ഹായ് മക്കളെ. അപ്പോൾ നമ്മുടെ തിങ്കളാഴ്ചത്തെ സോഷ്യൽ എക്സാമിന് എല്ലാവരും നല്ല കിടിലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്യണ്ടേ. സോ അതിന് ഒരു സ്പെഷ്യൽ കാര്യമായിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ വന്നേക്കുന്നത്, അല്ലേ സാറേ? സ്പെഷ്യൽ ആൻഡ് വെരി സ്പെഷ്യൽ. യെസ്, അതെ. അപ്പോൾ നമുക്കറിയാം ഹിസ്റ്ററി 4 പാഠം, ജോഗ്രഫി 3 പാഠം, ടോട്ടൽ 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ ഈ ഒരു 7 ചാപ്റ്ററിൽ നിന്ന് ഈ 7 ചാപ്റ്ററും കൂടെ മിക്സ് ചെയ്ത് ഇത് ഓരോന്നിന്നും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ചുമ്മാ വെറുതെ ക്ലാസ് കണ്ടു പോകാതെ കൃത്യമായിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അതിനോടൊപ്പം കണക്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പോയേക്കുക. ഓക്കെ സാറേ, റെഡി അല്ലേ? ഞാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് ഇന്നത്തെ ക്ലാസ്സിലോട്ട് ഒട്ടും സമയം കളയാതെ പോകാം. ഓക്കെ, സോഷ്യൽ സയൻസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ ആൻസേഴ്സും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ 1 മുതൽ 8 ചോദ്യം വരെ എത്ര മാർക്കാണ്? 2 മാർക്കാണ്. ഓക്കെ, അപ്പോൾ 2 മാർക്കിന്റെ 1 ചോദ്യത്തിലോട്ട് പോകാം. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ? ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്നാണ് 1 ചോദ്യം. ഇത് കഴിഞ്ഞ വർഷം അതേപോലെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ: ടു ഫോസ്റ്റർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രീസ്, ടു പ്രൊട്ടക്ട് ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ലോസ്, സേവ് ദ സക്സീഡിംഗ് ജനറേഷൻ ഫ്രം ദ സ്കോയിറ്റ്സ് ഓഫ് വാർ. അതായത് ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് എന്ത് ചെയ്യുക, അവിടെ രക്ഷിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളും അതേപോലെ നിയമങ്ങളും സംരക്ഷിക്കുക, ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഓക്കെ, നമ്മുടെ ഹിസ്റ്ററിയുടെ 2nd ചാപ്റ്ററിൽ നിന്ന് വന്നേക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 2ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ സാറേ, വായിച്ചു. ഓക്കെ, ഗീവ് റീസൺ ഫോർ ദ ഒക്യുറൻസ് ഓഫ് സീസൺസ്. ഋതുക്കൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഇതും ഒരുപാട് പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആണ്. നമുക്കറിയാം നമ്മുടെ ജോഗ്രഫിയുടെ 1st ചാപ്റ്ററിൽ നിന്ന് വന്നേക്കുന്ന ചോദ്യമാണ്. അപ്പോൾ 2 മാർക്കാണ്. സോ അവിടെ എത്ര പോയിന്റ് എഴുതിയാൽ മതി? നമുക്ക് 2 പോയിന്റ് അവിടെ എഴുതിയിരുന്നാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇതിന്റെ ആൻസർ എന്നുള്ളത്. ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം, കാര്യം ഇതില്ലാത്ത ചോദ്യപേപ്പറുകൾ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ആക്ച്വലി ഒരു 3-4 പോയിന്റുകൾ അവിടെ നോക്കാനുണ്ട്. ഇതിൽ ഏതെങ്കിലും 2 എഴുതേണ്ടത്. കാര്യം എത്ര മാർക്കാണ് അവിടെ? 2 മാർക്കാണ്. 1 റവല്യൂഷൻ ഓഫ് ദ എർത്ത്, 2 ടിൽറ്റ് ഓഫ് ദ എർത്ത്സ് ആക്സിസ്, പാരലലിസം ഓഫ് ദ എർത്ത്സ് ആക്സിസ്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. ഓക്കെ, അഥവാ ഓക്കെ മലയാളം എന്താണ്? ഭൂമിയുടെ പരിക്രമണം, അച്ചുതണ്ടിന്റെ ചരിവ്, അച്ചുതണ്ടിന്റെ സമാന്തരത, സൂര്യന്റെ അയനം. ഈ 4 അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അറ്റ്ലീസ്റ്റ് എല്ലാത്തിന്റെ ആൻസർ നോട്ട് ചെയ്ത് പോകാൻ പറ്റിയില്ലെങ്കിലും ക്വസ്റ്റ്യൻ എങ്കിലും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളണം. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം: വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടൈം? വിച്ച് മെറീഡിയൻ ഈസ് കൺസിഡർഡ് ആസ് ദ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യ? സ്റ്റാൻഡേർഡ് സമയം എന്നാൽ എന്ത്? ഏത് രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് കണക്കാക്കുന്നത്? ഓക്കെ സാറേ, നമ്മളിപ്പോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് സമയം എത്രയാണ്? സ്റ്റാൻഡേർഡ് സമയം എത്രയായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വാച്ച് വർക്കിംഗ് അല്ല. അപ്പൊ എത്ര? അടിച്ചുപോയി ഗൈസ്. ഓക്കെ, അടുത്തതായി അടിച്ചു പോകാൻ നിൽക്കുന്ന വിഷയമായി പ്രായമായി. സമയം 10:26. ഓക്കെ, അതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അപ്പൊ സാറ് പറഞ്ഞ പോലെ സാറിന്റെ നല്ല സമയമാണ് ഇപ്പോ, പേടിക്കാനൊന്നുമില്ല. അപ്പൊ ഓരോ രാജ്യത്തും ഒരു കോമൺ ആയിട്ടൊരു സമയം വേണം പല കാര്യങ്ങൾക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് തിങ്കളാഴ്ച നമ്മുടെ സോഷ്യൽ എക്സാം നടക്കാൻ പോകുന്ന ഒരു സമയം ഉണ്ടാകും. അപ്പൊ നമ്മുടെ ലോക്കൽ ടൈം ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാര്യം എല്ലാ സ്ഥലത്തും ഡിഫറെന്റ് ടൈം ആയിരിക്കുള്ളൂ. ലോക്കൽ ടൈം സൂര്യനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സണ്ണിനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു രാജ്യം ആയിക്കോട്ടെ ആ രാജ്യത്തിന്റെ സെൻട്രിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡ് ഉണ്ടാകും. അതിനെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്നായിരിക്കും നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് മെറീഡിയനിലെ ലോക്കൽ ടൈം ആയിരിക്കും ഇന്ത്യയുടെ മുഴുവൻ എന്തെന്ന് പറയുന്നത്
പറയുന്നത്? സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എത്ര എന്നൊരു ചോദ്യം കൂടെ അവിടെ ഉണ്ടായിരുന്നു. അതും കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ആൻസർ ഇത്രയേ ഉള്ളൂ. ദ ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് പാസസ് ത്രൂ ദ മിഡിൽ ഓഫ് ദ കൺട്രി ഈസ് കൺസിഡേർഡ് ആസ്, എന്താണ് സാറേ പറയുന്നത്? സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന് പറയും. ദ ലോക്കൽ ടൈം അറ്റ് ദ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഈസ് ദ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ദ കൺട്രി. അതായത് ആ രാജ്യത്തിന്റെ സെൻട്രിൽ കൂടെ കടന്നു പോകുന്നല്ലേ സ്റ്റാൻഡേർഡ് മെറീഡിയൻ. ഇത് കടന്നു പോകുന്ന സ്ഥലത്ത് നമുക്കൊരു ലോക്കൽ ടൈം ഉണ്ടാവൂലേ, അതായിരിക്കും ആ രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് ടൈം. വളരെ 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 ഇമ്പോർട്ടന്റ്. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എത്ര എന്നുള്ളത്, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആണ് 82.5 ഡിഗ്രി ഈസ്റ്റ് കേട്ടോ. 82.5 ഡിഗ്രി ഈസ്റ്റ് അഥവാ കിഴക്ക് രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. സോ അവിടുത്തെ സ്റ്റാൻഡേർഡ് ടൈം ആയിരിക്കും ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം. ഏകദേശം ഇപ്പോ 10:27. ഓക്കെ, അത് വർക്കില്ല സാർ, അടിച്ചുപോയി. അടുത്തത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ 82.5 ഡിഗ്രി കിഴക്ക് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇപ്പൊ ബാക്കി പറഞ്ഞ കാര്യങ്ങളാണല്ല. അടുത്തത് സാറേ പറഞ്ഞു, വാട്ട് ഈസ് മീൻ ബൈ മെർക്കന്റലിസം. ഓക്കെ, മെർക്കന്റലിസം എന്നാൽ എന്ത്? നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒന്നാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഒരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് നോക്കാം. മെർക്കന്റലിസം പറയുമ്പോൾ തന്നെ നിങ്ങൾ അതിന്റെ കൂടെ ഒരു സാധനം കൂടെ കണക്ട് ചെയ്ത് പഠിച്ചേക്കണം. മെർക്കന്റലിസ്റ്റ് ലോസ് കൂടെ അവിടെ കണക്ട് ചെയ്ത് പഠിച്ചേക്കുക. സാറേ, മെർക്കന്റലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ അവിടെ മാതൃരാജ്യം നമ്മുടെ അല്ല സാറേ, അവരുടെ മാതൃരാജ്യമായിട്ടുള്ള ബ്രിട്ടന്റെ സഹായത്തോടെ, ഞാൻ ഫുള്ള് പറയട്ടെ, അമേരിക്കൻ കോളനികളിൽ ഈ ഇംഗ്ലീഷ് വ്യാപാരികൾ നടപ്പിലാക്കിയ വ്യാപാര നയമാണെന്ന് പറയുന്നത് മെർക്കന്റലിസം എന്ന് പറയുന്നത്. ഓക്കെ സാറേ, ഒന്ന് വായിച്ചു. എന്താണ് വാട്ട് ഈസ് മീൻ ബൈ മെർക്കന്റലിസം? മെർക്കന്റലിസം എന്നാൽ എന്ത്? പോളിസി ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് മെർക്കൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ മദർലാൻഡ് ഇൻ ദ അമേരിക്കൻ കോളനീസ് ഈസ് നോൺ ആസ് മെർക്കന്റലിസം. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ ഇംഗ്ലീഷ് വ്യാപാരികൾ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വ്യാപാര നയം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതേപോലെ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് പഠിച്ചേക്കണം? മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ അഥവാ മെർക്കന്റലിസ്റ്റ് ലോസ് കൂടെ അവിടെ പഠിച്ചേക്കാം. ഇംഗ്ലണ്ടുകാര് ബ്രിട്ടീഷിന്റെ മണ്ണിൽ നടപ്പിലാക്കിയ ചില നിയമങ്ങളാണ്. നോക്കി, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇൻ ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. പ്രധാനമാണ് സാറേ, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താണെന്നറിയോ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നാം കോൺഗ്രസിന്റെ പങ്ക് വ്യക്തമാക്കുക, ഇതാണ് ചോദ്യം. പക്ഷേ മിക്ക പരീക്ഷകൾക്കും നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് മെയിൻ എക്സാമിന് ഏറ്റവും കൂടുതൽ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അത് ഇങ്ങനെയാണ് പറയുന്നത്: എക്സ്പ്ലെയിൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ഹിന്റ്സ് ഗിവൺ ബിലോ. താഴെ ഹിന്റ് ആയിട്ട് കൊടുക്കാറുള്ളതാണ്. അവിടുത്തെ ഈ പറയുന്ന തിങ്കേഴ്സ് കുറച്ച് പേരുണ്ട്, അവരെ കുറിച്ച് എഴുതാൻ പറയും. പിന്നെ അതേപോലെ ഈ കോണ്ടിനെന്റൽ കോൺഗ്രസിനെ കുറിച്ചിട്ടും അവിടെ എഴുതാൻ പറയാറുണ്ട്. കോണ്ടിനെന്റൽ എന്ന് പറയുമ്പോൾ ഇനിയും കോണ്ടിനെന്റലുകൾ ഉണ്ടാവില്ലേ? അതെ, രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസും ഉണ്ട്. അപ്പോൾ നോക്കാം, എന്താണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. 1774 ആണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്. അതില് ടോട്ടല് 13 കോളനീസ് ഉണ്ടായിരുന്നു. അതിൽ ഒരു കോളനീസ് ഒഴികെ ബാക്കി എല്ലാവരും എന്ത് ചെയ്തു? അതിൽ പങ്കെടുത്തു. സോ അതിൽ പങ്കെടുക്കാതിരുന്ന ഒരു കോളനി ആയിരുന്നു ഇത് ജോർജിയ ഒഴികെ ബാക്കി എല്ലാവരും പങ്കെടുത്തിരുന്നു. എവിടെ വെച്ചിട്ടായിരുന്നു? ഈ പറയുന്ന ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് അവർ പങ്കെടുത്തത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ ഇംഗ്ലണ്ട് അവർക്കെതിരെ ചുമത്തിയ ഒരുപാട് തെറ്റായിട്ടുള്ള നികുതികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിനെതിരെയാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന കോണ്ടിനെന്റൽ കോൺഗ്രസ് അവർ കൂടിയത്. അങ്ങനെ അവർ കൂടിയിട്ട് എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിന്റെ രാജാവിന് എന്നൊരു നിവേദനം കൊടുത്തു, ഒരു പെറ്റീഷൻ കൊടുത്തു. പ്രിയപ്പെട്ട രാജാവേ, ഞങ്ങൾക്ക് ഈ പറഞ്ഞ നികുതിയും കാര്യങ്ങളൊക്കെ മാറ്റി തരണം. എടാ, രാജാവ് സമ്മതിക്കൂ? രാജാവ് എന്തായാലും സമ്മതിക്കൂല. രാജാവ് സമ്മതിക്കില്ല. രാജാവ് എന്ത് പറഞ്ഞിട്ടുണ്ടോ സാർ? രാജാവ് പറയാൻ പറ്റൂല, യുദ്ധം അങ്ങ് തുടങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യുദ്ധം തുടങ്ങി. പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ അവസാനിച്ചു. ആ ഒരു വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തു? യുദ്ധം അവസാനിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? 1775 അവർ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസും അവിടെ കൂടി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ പറയാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. അപ്പൊ രാജാവിന് എന്ത് ചെയ്തു? ഒരു പെറ്റീഷൻ കൊടുക്കുന്നു. രാജാവ് എന്ത് ചെയ്യുന്നു? പെറ്റീഷൻ അവിടെ അത് നേരെ അങ്ങ് തള്ളിക്കളയുന്നു രാജാവ്. ഈ ഡിമാൻഡ് ഒന്നും എന്ത് ചെയ്തില്ല, രാജാവ് അവിടെ അംഗീകരിച്ചില്ല. അപ്പോൾ ഇതാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ 1774 എന്നുള്ള വർഷം മറക്കരുത്. രാജാവിന് എന്ത് ചെയ്തു? അവർ നിവേദനം നൽകി നികുതി ചുമത്തരുതെന്നും അതേപോലെ വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പൊ രാജാവ് എന്ത് ചെയ്തു? അത് പിന്നീട് ഒരു യുദ്ധത്തിന് കാരണമായി. അവിടെ യുദ്ധവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? അവിടെ തുടങ്ങി. ഓക്കെ സാർ, അടുത്ത് വായിച്ചു. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ മൊറോക്കൻ ക്രൈസിസ്. മൊറോക്കൻ പ്രതിസന്ധിയെ കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ ഇത്.
ഇത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. എ സീക്രട്ട് ട്രീറ്റി വാസ് ഐ തിങ്ക് കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യമാണ് സാറേ. ഓക്കേ സാർ വായിച്ചോ. എ സീക്രട്ട് ട്രീറ്റി വാസ് സൈൻഡ് ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഇൻ 1904. 1904 ബ്രിട്ടനും ഫ്രാൻസും കൂടി ഈ ട്രീറ്റി, ഒരു ട്രീറ്റിയാണ് മൊറോക്കൻ ട്രീറ്റി, ഈ ട്രീറ്റി അത് ഒപ്പുവെച്ചു. അക്കോർഡിംഗ് ടു ദ ബ്രിട്ടൻ റെക്കഗ്നൈസ്ഡ് ദ ക്ലെയിം ഓഫ് ഫ്രാൻസ് ഓവർ മൊറോക്കോ. The French claim over Morocco was opposed by German, which sent battleship to the Moroccan port Agadir. France agreed to transfer a part of French Congo to Germany, and Germany agreed to concede Morocco to France in return. Thus, the problem was solved temporarily. However, their rivalry continued. ഓക്കെ, ഇതെന്താണെന്ന് നോക്കാം. മൊറോക്കൻ പ്രതിസന്ധി, ബാൽക്കൻ പ്രതിസന്ധി, ഇതൊക്കെ യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു രഹസ്യ ഒരു ചർച്ചയുണ്ടാക്കി. അപ്പോൾ മൊറോക്കോയിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. അപ്പോൾ നമ്മുടെ മൊറോക്കോയിൽ എന്ത് ചെയ്തു? ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അങ്ങ് അംഗീകരിച്ചു കൊടുത്തു. എന്നാൽ മൊറോക്കോയുടെ മേത്ത് ആർക്ക് കണ്ണുണ്ടായി? നമ്മുടെ വിശാൽ സാറിന് ചെറിയൊരു കണ്ണുണ്ടായി. ആള് ജർമ്മനിക്കാരൻ. ഓക്കെ, അപ്പോ പുള്ളിക്കാരൻ ഒരു കണ്ണുണ്ടായി. അപ്പൊ ജർമ്മനി എന്ത് ചെയ്തില്ല? അങ്ങനെ അവന്മാർക്ക് മാത്രമായിട്ടിട്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞിട്ട് ജർമ്മനി മുമ്പോട്ട് വന്നു. പക്ഷേ അപ്പൊ ഒരു യുദ്ധത്തിന് തയ്യാറായിരുന്നില്ല അവര്. അങ്ങനെ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് വിട്ട് നൽകിക്കൊണ്ട് ഈ ഒരു പ്രശ്നം എന്ത് ചെയ്തു? അവിടെ പരിഹരിച്ചു. ഇതാണ് അവിടെ മൊറോക്കൻ ക്രൈസിസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പഠിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് മൊറോക്കൻ ക്രൈസിസും ബാൽക്കൻ ക്രൈസിസും. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ബാൽക്കൻ ക്രൈസിസ് നോക്കാം. അപ്പോൾ ആ ഒരു ടേബിൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചേക്കണം, ബാൽക്കൻ ക്രൈസിസ് എന്താണെന്നുള്ളത്. 7ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. എന്താണ് സൂര്യന്റെ അയനം എന്ന് പറയുന്നത്? അപ്പോൾ എന്താണ് സൂര്യന്റെ അയനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എർത്താണെന്ന് വിചാരിക്കുക. ഇതിന്റെ സെന്ററിൽ കാണുന്നതാണ് ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ. ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ. ഈ അടിയിൽ വരച്ചേക്കുന്നതാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖ. നമ്മുടെ സൂര്യന്റെ സ്ഥാനം ഉണ്ടല്ലോ, ഈ ഒരു രണ്ട് രേഖയ്ക്കും ഇടയിലായിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ മാറിക്കൊണ്ടിരിക്കും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണോ എന്ത്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്നുള്ളത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ എന്ത് ചെയ്യും? സൺ ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഈ മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സൺ ഷിഫ്റ്റ് അപ്പാരന്റ്ലി ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണോ എന്ത്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. അപ്പൊ സാറേ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ മലയാളമാണ് ഈ തന്നിരിക്കുന്നത്, ഒന്ന് നോക്കിയാൽ മതി എല്ലാവരും. 8ാമത്തത് സാറേ വായിച്ചോ. റൈറ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ഓട്ടം സീസൺ. ഹേമന്തകാലത്തിന്റെ പ്രത്യേകതകൾ. പ്രേമല്ല, ഓട്ടം ഈസ് ദ ട്രാൻസിഷൻ ഫ്രം സമ്മർ ടുവാർഡ്സ് വിന്റർ. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസസ് കൺസിഡറബിളി. ഓക്കെ, ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ സാറേ. ഇന്നലത്തെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ ഒരു കോഡ് പറഞ്ഞിരുന്നു, ASW എന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, SWS. അതായത് നോക്കാം. അതായത് ഓട്ടം സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മർ ടുവേർഡ്സ് വിന്റർ ആണ്. ഓക്കെ, ഓട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മർ ടുവേർഡ്സ് വിന്റർ ആണ്. അതേപോലെ സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിന്റർ ടുവേർഡ്സ് സമ്മർ ആണ്. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാര്യം ചിലപ്പോൾ പരീക്ഷയ്ക്ക് അത് തന്നെയായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സമ്മർ ഓട്ടവും സ്പ്രിങ്ങും ചോദിച്ചാൽ നമുക്ക് ഈ സംഭവം അവിടെ കണക്ട് ചെയ്ത് രണ്ടെണ്ണത്തിലും ഒരു പോയിന്റ് വെച്ച് എഴുതാൻ പറ്റും. സോ സാറ് പറഞ്ഞ പോലെ ഓട്ടം സീസൺ സമ്മർ ടുവേർഡ്സ് വിന്റർ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് കൺസിഡറബിളി. ഈ സെക്ഷൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇന്ദ്രജിത് സാർ ഇന്നലെ എന്ത് ചെയ്തത്? ഈ പറയുന്ന ഹേമന്തകാലത്തിലാണോ വസന്തകാലത്തിലാണോ കൂടുതൽ കാറ്റടിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഒന്ന് താങ്ങിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. There is shortening of day and lengthening of night during the period. This is the season during which the trees generally shed their leaves. The shedding of leaves is a form of adaptation to survive the forthcoming dry winter. അതായത് വരാനിരിക്കുന്ന മഞ്ഞുകാലത്തെയൊക്കെ നേരിടുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ മരങ്ങൾ ഇല പൊഴിക്കുന്നത്, പുതിയ ഇലകളൊക്കെ എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. വേഗം ഇതിന്റെ മലയാളം നോക്കാം. വേനൽക്കാലത്തിൽ നിന്നും ശൈത്യകാലത്തിലേക്കുള്ള കാണിക്കണം. ശൈത്യകാലം കാണിക്കണം. ശൈത്യകാലം വേണ്ട സാറേ, മഞ്ഞ് വന്നില്ലേ? ഇതായിരുന്നത് മഞ്ഞ് വന്നില്ലേ? ഈശ്വര, മക്കൾ
നാളെ ഹിസ്റ്ററിയുടെ ക്ലാസ്സാണ്. ക്ലാസ്സിന്റെ ഇടയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം. അതെ, നാളെ ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ എന്താണ് ഗണ്ണൊക്കെ ആയിട്ട് വരുന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്കറിയാൻ പാടില്ല. അപ്പൊ നമുക്ക് വെടിവെക്കണ്ടേ? അന്തരീക്ഷ ഊഷ്മാവ് ഗണ്യമായിട്ട് കുറയുന്നു, പകലിന്റെ ദൈർഘ്യം കുറഞ്ഞ് രാത്രിയുടെ ദൈർഘ്യം എന്ത് ചെയ്യുന്നു, അവിടെ കൂടുന്നു. അടുത്തത് മരങ്ങൾ ഇല പൊഴിക്കുന്ന കാലം. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലം. ഓക്കെ, അടുത്തത് 2 മാർക്കിന്റെ ലാസ്റ്റ് ചോദ്യം. അപ്പൊ 2 മാർക്കിന്റെ ഉള്ളതിൽ ഒരു ഇത്തിരി വലിയ ചോദ്യം ഇതായിരുന്നു. ഏതെങ്കിലും 8 എണ്ണം ആയിരുന്നു അവിടെ ആക്ച്വലി എഴുതേണ്ടത്. ഓക്കെ സാർ, ഇതിന്റെ ചോദ്യം ഒന്ന് വായിച്ചു. അനലൈസ് ദ റോൾ പ്ലേഡ് ബൈ മാവോ സേതുങ് ഇൻ മേക്കിംഗ് ചൈന എ പീപ്പിൾസ് റിപ്പബ്ലിക്. ചൈന ഒരു ജനകീയ റിപ്പബ്ലിക് ആയി മാറുന്നതിൽ മാവോ സേതുങ് വഹിച്ച പങ്ക് വിശകലനം ചെയ്യുക എന്നുള്ളത്. ഓക്കെ സാർ, ഞാൻ വായിച്ചോട്ടെ ആൻസർ. യെസ്, ചൈനീസ് റവല്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഐ തിങ്ക് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷത്തെ മെയിൻ എക്സാമിന്, ഈ കഴിഞ്ഞ വർഷത്തെ അല്ല, അതിന് മുമ്പത്തെ വർഷത്തെ മെയിൻ എക്സാമിന് essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് ചൈനീസ് റവല്യൂഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ ചൈനീസ് റവല്യൂഷൻ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. 5 റവല്യൂഷനിൽ ഏതെങ്കിലും ഒരു റവല്യൂഷൻ ആണ് സാധാരണഗതിക്ക് നമുക്ക് essay ക്വസ്റ്റ്യൻ ആയിട്ട് മെയിൻ എക്സാമിന് വരാറുള്ളത്. ഫസ്റ്റ് ടൈമിനും ചിലപ്പോൾ എന്ത് ചെയ്യാം, അവിടെ എക്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരെണ്ണം ചോദിക്കാം. ചിയാൻ കൈഷക് ഈസ് അസർട്ടൈൻ ദ മിലിറ്ററി ഓട്ടോക്രസി ഇൻ ചൈന. ഹി ഗേവ് ഓപ്പർച്യൂണിറ്റി ഓഫ് ഫോറിൻ പവേഴ്സ് ഇൻക്ലൂഡിംഗ് അമേരിക്ക ടു ഫ്രീലി ഇന്റർഫിയർ ഇൻ ചൈന. ചൈനയുടെ വ്യാപാര മേഖലയിലൊക്കെ യഥേഷ്ടം വിദേശ രാജ്യങ്ങൾക്ക് കൈ കടത്താനുള്ള അവകാശം ആര് നൽകി? ഫ്രീ ആയിട്ട്. അതെ, നമ്മുടെ ചിയാൻ കൈഷക് അവിടെ നൽകി. പതിയെ നമ്മുടെ കോപ്പറേഷൻ വിത്ത് കമ്മ്യൂണിസ്റ്റ്, ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകളുമായിട്ടുള്ള ബന്ധം ചിയാൻ കൈഷക് വന്നതോടെ എന്ത് ചെയ്തു, അവിടെ ടെർമിനേറ്റ് ചെയ്തു. ഓക്കെ, അടുത്തത് കോൾ ആൻഡ് അയൺ ഇൻഡസ്ട്രീസ്, ബാങ്കിങ് ആൻഡ് ഫോറിൻ ട്രേഡ് വെർ ഓൾ കൺട്രോൾഡ് ബൈ ഫോറിൻ കൺട്രീസ്. ചൈനയിലെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പല മേഖലകൾ വരെ എന്ത് ചെയ്തു, വിദേശ രാജ്യങ്ങൾ കൈക്കലാക്കി. ദ കമ്മ്യൂണിസ്റ്റ് ഹു ഓപ്പോസിറ്റ് ചിയാൻ കൈഷക് പോളിസീസ് വെർ ബ്രൂട്ടലി സപ്രസ്ഡ്. ഈ ചിയാൻ കൈഷക്കിനെ എതിർത്തവരെ എല്ലാവരും എന്ത് ചെയ്തു, അടിച്ചമർത്തി അവിടെ. At this time Mao Zedong, who had emerged as a leader of the Communist Party, began a journey from Kiansky അതേപോലെ in the South China in 1934. This journey will cover a distance of 12,000 kilometer. ഈ ഒരു യാത്രയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ലോങ് മാർച്ച് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മാവോയിസ്റ്റുകൾ എന്ന് കേൾക്കാറില്ലേ സാറേ, അത് ഇദ്ദേഹത്തിന്റെ ആളുകളാണോ മാവോ സേതുങ്? അത് വിശകലനം പഠന വിധേയമാക്കേണ്ടതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പഠിപ്പിച്ചു. അടുത്തത് This adventurous trip ended in Yan'an in northwestern China. Throughout the journey, they seized out agriculture land and villages from lords and distributed among the farmers. ആ ഭൂമികളെല്ലാം പിടിച്ചെടുത്ത് അത് കർഷകർക്ക് വിതരണം ചെയ്തു. The Red Army led by the Mao Zedong captured the center of Kuomintang rule. പതി ഇദ്ദേഹം എന്ത് ചെയ്തു, അവിടെ അധികാരത്തിലോട്ട് വന്നു. Mao Zedong and the Communist Party become the symbol of the struggle of the Chinese against the foreign power in Kiansky. അതേപോലെ ചിയാൻ കൈഷക് വേറെ നിവർത്തിയില്ലാതെ പുള്ളിക്കാരൻ രാജ്യം വിട്ട് പോകേണ്ടി വന്നു, രാഷ്ട്രീയ അഭയം പ്രാപിക്കേണ്ടി വന്നു, പൊളിറ്റിക്കൽ അസൈലം ഇൻ തായ്വാൻ. ദ ചൈന ബിക്കം ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഓൺ 1st October 1949 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാവോ സേതുങ്. അപ്പോ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആയത് 1st October 1949 അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് മാവോ സേതുങ് ഉയർന്നു വന്നു. 34 മാവോയുടെ നേതൃത്വത്തിൽ കിയാൻസ്കിൽ നിന്നൊരു യാത്ര ആരംഭിച്ചു. 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്രയാണ് ലോങ് മാർച്ച് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. യാത്രയിലുടനീളം ഒരുപാട് ഭൂമികൾ എന്ത് ചെയ്തു, പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. പിന്നെ ഈ ചുവപ്പ് സേന, അപ്പൊ ചുവപ്പ് സേന അറിഞ്ഞിരിക്കണം, ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, കുമിങ്താം ഭരണത്തിന്റെ കൈക്കലാക്കി. ഓക്കെ സാർ, അപ്പൊ നമ്മുടെ 2 മാർക്കിന്റെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ഇനി വലിയ ചോദ്യം. അതെ, ഇത്ര തന്നെ നമ്മളെ സഹിച്ചതിന് അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കേണ്ടി വരും. അതെ, അത് ചാക്കോ സാറും വാങ്ങണം. ഓക്കെ, അപ്പോ അടുത്തത് ക്വസ്റ്റ്യൻ ഫ്രം 9 to 15 carries 3 scores each. 3 മാർക്കിന്റെ ചോദ്യമാണ് ഇനി അങ്ങോട്ട്. ഓക്കെ, അപ്പോ സാർ തുടങ്ങാം. ഓക്കെ, വായിക്കാം. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ലോക്പാൽ ആൻഡ് ലോകയുക്ത. ലോക്പാൽ, ലോകയുക്ത എന്നിവയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ഇത് 2 കോൺസെപ്റ്റ് ആണ്, നമുക്ക് വായിച്ചു നോക്കാം എന്താണെന്നുള്ളത്. ലോക്പാൽ ആൻഡ് ലോകയുക്ത ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് constituted to prevent corruption at administrative, bureaucratic and political levels. The institution constituted at the national level to prevent corruption in is Lokpal. Okay. അപ്പോൾ ലോക്പാൽ
നാഷണൽ ലെവലിലാണെന്നുണ്ടെങ്കിൽ ലോകായുക്ത ഏത് ലെവലിലായിരിക്കുള്ളൂ? സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ലെവലിലായിരിക്കും. അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലായിരിക്കുള്ളൂ. ഓക്കെ, സാറ് പറഞ്ഞ പോലെ സ്റ്റേറ്റ് ലെവലിൽ തന്നെ ആയിരിക്കുള്ളൂ. അത് ഓൾമോസ്റ്റ് ഇപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും? സിമ്പിൾ. ഓക്കെ, അടുത്ത് ലോക്പാൽ സാറേ വായിച്ചു. Lokpal has the power to register cases on issues of corruption against employees and public workers and can suggest necessary actions. Yes. Logayukta is the institution constituted at the state level to hear the corruption cases. Both of them followed judicial procedures. Yes, ക്ലിയർ ആണല്ലോ. സ്റ്റേറ്റ് ലെവലാണ് ലോകായുക്ത. ലോകായുക്ത സ്റ്റേറ്റ് ലെവൽ. അപ്പൊ ലോക്പാൽ എവിടെ എങ്ങനെയായിരുന്നു സാറേ? നാഷണൽ ലെവലിലാണ്. ഇത് രണ്ടും ജുഡീഷ്യൽ പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അതേപോലെ തന്നെ അഴിമതി തടയുന്നതിനായിട്ട്, കറപ്ഷൻ തടയുന്നതിനായിട്ട് വന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും അതേപോലെ ലോകായുക്തയും. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് അവിടെ ആരുണ്ട്? നമ്മുടെ ലോക്പാലുണ്ട്. അതേപോലെ ലോകായുക്ത സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനാണ് ആരുള്ളത്? അവിടെ ലോകായുക്ത. യെസ്, ലോകായുക്ത ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, കോടതിയുടെ രീതികളാണ്, നടപടികളുടെ രീതിയാണ് ഇവയ്ക്ക് ഉള്ളത്. 11ാമത്തെ ചോദ്യം, മെൻഷൻ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് മൺസൂൺ വിൻഡ്. മൺസൂൺ കാറ്റുകളുടെ രൂപം കൊള്ളലിന് കാരണമായ ഘടകങ്ങൾ ഏതെല്ലാം? ഒരു 3 ഘടകങ്ങളാണുള്ളത്. കാര്യം പറഞ്ഞ ചിരി കൂടുതലുണ്ടോ സാറിന്? മൺസൂൺ വിൻഡ് എന്ന് പറഞ്ഞ റൺസൂൺ വിൻഡ് എന്നല്ല സാർ, തിരിച്ചു വരാം നമുക്ക്. മൺസൂൺ കാറ്റ്. അതെ, അത് 3 കാരണങ്ങളാണ് ഇതിന് ഘടകങ്ങളായിട്ട് വരുന്നത്. ഒന്നാമത്തത് ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, അഥവാ സൂര്യന്റെ അയനം. അതെ. രണ്ടാമത് കോറിയോലിസ് ഫോഴ്സ്. രണ്ടാമതാണ് ഇത് കോറിയോലിസ് ഫോഴ്സ്. ഇനി മൂന്നാമത്തതാണ് തപനത്തിലെ വ്യത്യാസം, അഥവാ താപനിലയിലെ വ്യത്യാസം, ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കണം. ഓക്കെ ചാക്കോ സാർ? ഓക്കെ, നമ്മൾ പുതിയൊരു പരീക്ഷണം നടത്തിയാണ്. ഓക്കെ, യെസ്. അടുത്ത് എക്സ്പ്ലെയിൻ ഇക്വിനോക്സസ്. അടുത്ത ചോദ്യമാണെന്ത്? എക്സ്പ്ലെയിൻ ഇക്വിനോക്സസ്. സമരാത്ര ദിനങ്ങൾ എന്ന് പറഞ്ഞിട്ട് സാറേ എനിക്കൊരു പിക്ചർ വരയ്ക്കണം, ഞാൻ വരച്ചോട്ടെ? യെസ്. അപ്പോൾ ഇക്വിനോക്സസ് പഠിക്കുന്ന സമയത്ത് ഇതാ ഇത് എർത്താണെന്ന് വിചാരിക്കുക. ഈ എർത്തിന്റെ സെന്ററിൽ കാണുന്നതാണ് ആര്? ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ക്യാപ്രിക്കോൺ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭൂമധ്യരേഖയുടെ നേരെ ആയിരിക്കും ആര് വരുന്നത്? നമ്മുടെ സണ്ണ് വരുന്നത്. അപ്പോൾ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലായിക്കോട്ടെ സദേൺ ഹെമിസ്ഫിയറിലായിക്കോട്ടെ 2 സ്ഥലത്തും ഈക്വൽ എമൗണ്ടിലായിരിക്കും എന്ത് കിട്ടുന്നത്? സൺലൈറ്റ് കിട്ടുന്നത്. സാറേ പിന്നെ 2 ദിവസങ്ങളിലാണ് ഈ കൃത്യം ഈ നേരെ വരുന്നത്, നേരെയായിട്ട് വരുന്നത്. ദിവസം ചോദിക്കാം. മാർച്ച് 21 അതേപോലെ സെപ്റ്റംബർ 23 ഈ 2 ദിവസങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോ സൺ ഈസ് വെർട്ടിക്കലി ഓവർ ദ ഇക്വേറ്റർ. മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23 ഈക്വൽ എമൗണ്ട് ഓഫ് സൺലൈറ്റ് ഇൻ ബോത്ത് ദ ഹെമിസ്ഫിയർ. അപ്പോ അതേസമയം ഡേയും അതേപോലെ നൈറ്റും രണ്ടും എങ്ങനെയായിരിക്കുള്ളൂ? ഈക്വൽ ആയിരിക്കുള്ളൂ എന്ന് അവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ സാർ ഒന്ന് ഓടിച്ച് വായിച്ചു കൊടുത്തു. The apparent position of the sun during the earth revolution will be over the equator on March 21 and September 23. Yes. Hence the length of the day and night will be equal during these days on both the hemispheres. These days are called equinoxes. ഓക്കെ, ഈ ദിവസങ്ങളാണ് സമരാത്ര ദിനങ്ങൾ എന്ന് പറയുന്നത്. മാർച്ച് 21 സെപ്റ്റംബർ 23 ദിവസങ്ങളിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് എവിടെ വരുന്നു? നേർമുകളിലാകുന്നു. ഈ ദിനങ്ങളെ നമ്മൾ എന്ത് പറയും? സമരാത്ര ദിനങ്ങൾ എന്ന് പറയുന്നു. ഈ ദിനങ്ങളിൽ 2 ധ്രുവങ്ങളിലും പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും. സാറ് കാണിച്ചു. യെസ്. അടുത്തത്, ഹൗ ഡിഡ് ദ കോളനീസ് റൂൾ അഫക്ട് ദ ലൈഫ് ഓഫ് ദ നേറ്റീവ്സ് ഓഫ് ലാറ്റിൻ അമേരിക്ക? കോളനി ഭരണം ലാറ്റിൻ അമേരിക്കയിലെ ജനജീവിതത്തെ എങ്ങനെയെല്ലാമാണ്? ലാറ്റിൻ അമേരിക്ക ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ചെറിയ റവല്യൂഷൻ. അതുകൊണ്ട് എനിക്ക് ലാറ്റിൻ അമേരിക്ക ഭയങ്കര ഇഷ്ടമാണ്. വേറെ എന്തെങ്കിലും കൊണ്ടാണോ? വേറെ പല കാരണങ്ങളും ഉണ്ട്. അത് ഒരു കാരണം പറയും സാറ്. ഫുട്ബോൾ ഫുഡ് നല്ലതായിരിക്കും അല്ലേ അവിടുത്തെ? പിന്നെ വാമോസ് അതാണ്. സാറ് ബ്രസീലിന്റെ ആരൊക്കെയാണ്? ബ്രസീൽ. സ്പാനിഷ് അപ്പൊ ബാധിച്ച എങ്ങനെയാണ് നോക്കാം. ദ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് പ്രൊപ്പഗേറ്റഡ് ദെയർ ലാംഗ്വേജ്, റിലീജിയൻ ആൻഡ് കസ്റ്റംസ്. ദേ ബിൽഡ് ഹൗസസ് ആൻഡ് ചർച്ചസ് ഇൻ സ്പാനിഷ് സ്റ്റൈൽ. Several schools were established for imparting the Spanish system of education. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാറ്റിൻ അമേരിക്കയ്ക്ക് മേലെ യൂറോപ്യൻ കൾച്ചർ അടിച്ചമർത്തുകയാണ് എന്ത് ചെയ്തത്? അടിച്ചേൽപ്പിക്കുകയാണ് എന്ത് ചെയ്തത്? അവർ ചെയ്തത് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് ദ സ്പാനിഷ് ഫാമിംഗ് മെത്തേഡ്സ് ആൻഡ് ക്രോപ്സ് വെർ ഇൻട്രൊഡ്യൂസ്ഡ്. എവിടെ? ലാറ്റിൻ അമേരിക്ക കൊണ്ടുവന്ന സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതോടൊപ്പം തന്നെ യൂറോപ്പിൽ നിന്നുള്ള പല രോഗങ്ങളും, ന്യൂ ഡിസീസസ് സ്പ്രെഡ് ഫ്രം യൂറോപ്യൻസ് ടു ദ ലാറ്റിൻ അമേരിക്കൻസ്. ദ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻസ്,
വാസ് എൻഫോഴ്സ്ഡ് ടുവേർഡ്സ് ദ നാറ്റീവ്സ് ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ്. ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കയിലോട്ട് വന്നു. ലാസ്റ്റ് പോയിന്റ്, ദേ ലൂട്ടഡ് ദ റിസോഴ്സ് ആൻഡ് ദ വെൽത്ത് ഓഫ് ദ ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾ എൻസ്ലേവ്ഡ് ദ നേറ്റീവ് വർക്കേഴ്സ്. അതായത് ഈ ലാറ്റിൻ അമേരിക്കയിൽ ഉണ്ടായിരുന്ന പ്രധാന റിസോഴ്സുകൾ എല്ലാവരും എന്ത് ചെയ്തു? ഈ പറഞ്ഞ യൂറോപ്യൻസ് അങ്ങ് അടിച്ചു മാറ്റി. അപ്പോൾ ലാറ്റിൻ അമേരിക്ക ആയിട്ട് പഠിക്കുമ്പോൾ ഒരു 3 പേരുടെ പേര് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണമല്ലോ. ആരൊക്കെയാണത്? സൈമൺ ബൊളിവർ, ഫ്രാൻസിസ്കോ മിറാൻഡ, അതേപോലെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. അവരുടെ പേര് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഹോസെ ഡി സാൻ മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട് ഇവരാണ് ആ 3 പേര്. ഓക്കെ, അപ്പോൾ അറിഞ്ഞിരിക്കുക കേട്ടോ 3 പേരുകൾ. അടുത്തത്, അപ്പൊ ഈ ക്വസ്റ്റ്യനുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് പോകണം കേട്ടോ. ചുമ്മാ കേട്ടിരിക്കരുത്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് പോകണം. അടുത്തത്, എല്ലാ രംഗങ്ങളിലും ഇതിന്റെ മലയാളമാണ് കേട്ടോ. വംശീയ വിവേചനം പുലർത്തി ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. അവരെന്ത് ചെയ്തു? അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. യൂറോപ്പിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. ഇനി സ്പാനിഷ് കൃഷി രീതികളും കാർഷിക വിളകളും കോളനികളിൽ നടപ്പിലാക്കി. സ്പെയിൻകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും അവിടെ നടപ്പിലാക്കി. അടുത്തത്, സ്പാനിഷ് ശൈലിയിലുള്ള വീടുകളും ദേവാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അവിടെ പഠിക്കാനുള്ളത്. 14ാമത്തെ ചോദ്യം, റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫാസിസം. ഫാസിസത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? ആന്റഗോണിസം ടു ഡെമോക്രസി, ഒപ്പോസിഷൻ ടു സോഷ്യലിസം, ഗ്ലോറിഫൈയിങ് ദ നേഷൻ, അഡോറിംഗ് ദ പ്യൂരിറ്റി ഓഫ് റൈസ് ആൻഡ് ജസ്റ്റിഫൈയിങ് വാർ, ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണലിസം, ഡിഫീയിങ് ദ പാസ്റ്റ്, indoctrination of ideologies through arts, literature and education, military dictatorship, destruction of political rivals. തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ, വംശ മഹിമ ഉയർത്തിപ്പിടിക്കൽ, സൈനിക സ്വേച്ഛാധിപത്യം, ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ, അതേപോലെ തന്നെ ജനാധിപത്യത്തോടുള്ള വിരോധം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്, യുദ്ധത്തെ മഹത്വവൽക്കരിക്കുക, ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു അതിന്റെ സവിശേഷതയായിട്ട് വരുന്നത്. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം ആ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഈ ഷോർട്ട് എസ്സേ ടൈപ്പിൽ മെയിൻ എസ്സേ ആയിട്ട് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പാരമ്പര്യമായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യം നമ്മുടെ വേൾഡ് വാർ കേട്ടോ. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഇതിന്റെ റീസണും കോസസും അവിടെ പഠിച്ചു വെച്ചേക്കുക. ഇതിലൊരെണ്ണം എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും കിട്ടുന്നതായിരിക്കും. ഓക്കെ, പാരമ്പര്യം എന്ന് പറയുമ്പോൾ മനസ്സിലായ വയസ്സായ ആളുകളുടെ കാലം മുതലേ ചോദിച്ചു വരുന്ന ചോദ്യമാണ് കേട്ടോ. ഓക്കെ, 35 നോട്ട് ഔട്ടാ എന്താ പറയുന്നത്. അടുത്തത്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഒരു 3 എണ്ണം. ഓക്കെ, ഇതില് ഇന്നലെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ നമ്മുടെ ആദിശ ടീച്ചർ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കോഡ് ഓർമ്മയുള്ളവര് വേഗം വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ഓടിപ്പോയിട്ട് കമന്റ് ചെയ്തിട്ട് വന്നേ. ആദിശ ടീച്ചറാണ് നമ്മുടെ കോഡ് റാണി. അതെ, അപ്പൊ ആദിശ ടീച്ചറുടെ ആ ഒരു കോഡ് ഓർമ്മയുള്ളവരൊന്ന് വേഗം ഒന്ന് കമന്റ് ചെയ്യുക. ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഓക്കെ, ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഉയരം, താപം, ആർദ്രത. ഓക്കെ, അപ്പോ ഈ 3 എണ്ണമാണ് നമ്മുടെ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, അപ്പൊ സാറേ 3 മാർക്കോടെ കഴിഞ്ഞു. എന്ത് പെട്ടെന്നാണല്ലേ നമ്മള് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത്. എല്ലാം വേഗം പോകുന്നത് നോക്കണ്ട, അത് ഒന്ന് റിവൈൻഡ് അടിച്ചിട്ട് ബാക്കിലേക്ക് പോയിട്ട് ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം. സോ ഇനി 16 to 25 ചോദ്യങ്ങൾക്ക് 4 മാർക്ക് വീതമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്തത് ഒന്നാമത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ച് തന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ എനിക്ക് കിട്ടുന്നതാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അഡോൾഫ് ഹിറ്റ്ലർ, ബെനിറ്റോ മുസോളിനി, യാസിർ അറാഫത്ത്, ഗമാൽ അബ്ദുൽ നാസർ. അപ്പുറത്തെ സൈഡിൽ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ നോൺ അലൈൻഡ് മൂവ്മെന്റ്, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, ഗെസ്റ്റപ്പോ, അതേപോലെ ബ്ലാക്ക് ഷർട്ട്സ്. ഓക്കെ, അപ്പോ ബ്ലാക്ക് ഷർട്ട്സ്, യെസ്. അപ്പോൾ അതിന്റെ മലയാളം ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ എല്ലാവരും പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ നമുക്ക് അറിയുന്നതാണോ എന്നൊന്ന് എല്ലാവരും എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടാകും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആൻസർ ഉത്തരത്തിലേക്ക് പോകാം. സാർ ഞാനത് കറക്കിയിട്ട് എങ്ങനെ ഉണ്ടായി? കറക്കിയിട്ട് ആകെ തല ഇറങ്ങി. ഓക്കെ, അപ്പൊ അഡോൾഫ് ഹിറ്റ്ലർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗെസ്റ്റപ്പോ, ബെനിറ്റോ മുസോളിനി ബ്ലാക്ക് ഷർട്ട്സ്, അതേപോലെ യാസിർ അറാഫത്ത് പാലസ്തീൻ ലിബറലൈസേഷൻ ഓർഗനൈസേഷൻ, PLO നമ്മൾ ചുരുക്കി പറയാം, ലിബറേഷൻ ഓർഗനൈസേഷൻ, പാലസ്തീൻ വിമോചന സംഘടന, ഗമാൽ അബ്ദുൽ നാസർ നോൺ അലൈൻഡ് മൂവ്മെന്റ്. സാർ ഈ ഹിറ്റ്ലർ എവിടത്തുകാരനായിരുന്നു? ഹിറ്റ്ലർ ജർമ്മനി. അതേപോലെ ബെനിറ്റോ മുസോളിനി എവിടെയായിരുന്നു? ഇറ്റലി കേട്ടോ, അറിഞ്ഞിരിക്കുക.
അപ്പോ ഈ ഫാസിസവും നാസിസവും അതിന്റെ ഫീച്ചേഴ്സും എഴുതാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം അവിടെ ചോദിക്കാറുണ്ട്. അപ്പോ ഈ ഫാഷിസത്തിന്റെ ഫീച്ചർ ഒരു ബ്ലൂ കളർ ടേബിളിലായിട്ട് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു ടേബിളിലുള്ള ഏതെങ്കിലും ഒരു 5 or 6 പോയിന്റുകൾ ഏറ്റവും എളുപ്പമുള്ളത് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണം, ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിന്റെ മലയാളമാണ് ഈ തന്നിരിക്കുന്നത്. അഡോൾഫ് ഹിറ്റ്ലർ ഗെസ്റ്റപ്പോ, ബെനിറ്റോ മുസോളിനി കരിങ്കുപ്പായക്കാർ, യാസിർ അറാഫത്ത് അതേപോലെ അറഫാത്ത് വിമോചന സംഘടന, ഗമാൽ അബ്ദുൽ നാസർ ചേരി ചേര പ്രസ്ഥാനം. 17ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ റിസൾട്ട് ഓഫ് റഷ്യൻ റവല്യൂഷൻ? ഓക്കെ, റഷ്യൻ റവല്യൂഷൻ. ഓക്കെ, വീഡിയോ എല്ലാവരും ഒന്ന് പോസ് ചെയ്യണം. ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. റഷ്യയിലെ ചക്രവർത്തിമാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? വീഡിയോ പോസ് ചെയ്യുക, താഴെ പോയിട്ട് കമന്റ് ചെയ്യുക വേഗം കേട്ടോ. എത്ര പേർക്ക് അറിയോ നോക്കാം. ആദ്യം ആരാണ് കമന്റ് ചെയ്യുന്നത് നമുക്ക് അവിടെ നോക്കാം. അപ്പൊ റഷ്യയിലെ ചക്രവർത്തിമാർ എന്താണ്? പറയാൻ പറ്റില്ല സർ. അപ്പൊ എന്തൊക്കെയാണ് റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ പറയാൻ പറ്റില്ല. ചിലപ്പോ നെയ്മത്ത് സാറിന് ആവാം. ഓക്കെ, അടുത്തത് അപ്പൊ ആൻസർ വായിച്ചു. ഒന്നാമത് എന്തൊക്കെയാണ് from the first world war, seized out the land and distributed among the peasants. Okay, gave importance to public sector, introduced centralized planning, achieved develops in the field of science, technology and economy. No constitution came to force in 1924. Union of Soviet Socialist Republic was formed by consolidating different Soviet republic. Yes. അപ്പൊ സാർ അതിന്റെ മലയാളം ഒന്ന് വേഗം നോക്കാം. റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്തു, കർഷകർക്ക് വിതരണം ചെയ്തു, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെട്ടു, ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോവിയറ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കി. ഓക്കെ, അപ്പോ ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം. ഓക്കെ, ഫെബ്രുവരി വിപ്ലവം അതേപോലെ റഷ്യൻ വിപ്ലവം. അപ്പോ ഈ ഫെബ്രുവരി വിപ്ലവം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ ഒരു ആൻസർ അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ആരിൽ നിന്ന് ആരിലേക്കാണ് അധികാരം കിട്ടിയത്? ഒരു എക്സാമ്പിൾ ഒന്ന് പറയാം. നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന രാജാവിൽ നിന്ന് നമ്മുടെ അലക്സാണ്ടർ കെരൻസ്കിക്ക് അധികാരം കിട്ടി. അപ്പൊ അതേപോലെ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ, ഒക്ടോബർ റവല്യൂഷൻ ആരിൽ നിന്ന് ആർക്കാണ് അധികാരം കിട്ടിയത്? എനിക്ക് തോന്നുന്നത് താൽക്കാലിക ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ആയിരുന്നു അലക്സാണ്ടർ കെരൻസ്കി. അപ്പോ ഈ ഒക്ടോബർ വിപ്ലവത്തിൽ ആരിൽ നിന്ന് ആരുടെ കയ്യിലോട്ടാണ് അധികാരം കിട്ടിയത്? അതാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. ഒരു ചോദ്യമാണ് കേട്ടോ. ആരാണ് ആദ്യം കമന്റ് ചെയ്ത് നോക്കാം. ഒരാൾ കമന്റ് ചെയ്തിട്ട് പിന്നെ നോക്കി കമന്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ആദ്യം കമന്റ് ചെയ്യുന്നത് ആരാണ് എന്ന് നമുക്ക് അവിടെ നോക്കാം. യെസ്. അപ്പോൾ പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, സോവിയറ്റ് യൂണിയൻ അവിടെ രൂപീകരിക്കപ്പെട്ടു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങൾ അവിടെ വ്യാപകമായി. നോക്കാം അടുത്തത്, എലൂസിലേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. 3ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് വന്നേക്കുന്നത്. ഒരു 4 പോയിന്റ് അവിടെ കൃത്യമായിട്ടുണ്ട്. ഈ 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് കാണാറുള്ള ചോദ്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ അതേപോലെ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി, ഇന്ത്യൻ സിവിൽ സർവീസ്, ഇ ഗവേണൻസിന്റെ ബെനിഫിറ്റ്. ഇതൊന്നും പഠിക്കാതെ ഒരു കാരണവശാലും പരീക്ഷയ്ക്ക് പോയേക്കരുത്. ഇതൊക്കെ എന്ത് ചെയ്യും അവിടെ ചോദിക്കും. ഓക്കെ, ഈ 4 എണ്ണത്തിൽ മിനിമം ഒരു 2 or 3 എണ്ണം എന്ത് ചെയ്യും നാളത്തെ അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ആൻസർ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ആൻസർ നോക്കാലോ സാർ. ഒന്നാമത്തെ ഫോർമുലേറ്റ് ഗവൺമെന്റ് പോളിസീസ്. രണ്ടാമത്തെ ഏതായിരുന്നു സാറേ? എൻഷുർ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. മൂന്നാമത്തെ പോയിന്റ് find out goods and services, find out solution to public issues. ഈ 4 പോയിന്റും ഒരു പ്രാവശ്യം കൂടെ പറയാം, അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. ഫോർമുലേറ്റ് ഗവൺമെന്റ് പോളിസീസ്, എൻഷുർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻസ് ടു പബ്ലിക് ഇഷ്യൂസ്, ലാസ്റ്റ് പോയിന്റ് പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതിന്റെ മലയാളം ഒന്ന് നോക്കാം. ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. ഇമ്പോർട്ടൻറ്റ്. മെൻഷൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡി. ഇന്നലെ പോപ്പുലേഷൻ ഗ്രോത്ത് കാണിച്ചു കഴിഞ്ഞ സമയത്ത് ക്ലാസ്സിൽ ഞാനും സജയ് സാറും കൂടെ ഒരു ഇമേജ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രീൻ കളർ യൂണിഫോം ഇട്ട ഒരു കുടുംബത്തെ. ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ഇന്നലെ പങ്കെടുക്കാത്തവരൊക്കെ എന്ത് ചെയ്യും? പിള്ളേർ നഷ്ടമാകും കേട്ടോ. സാറിന് മനസ്സിലായിരുന്നുള്ളത് ഇല്ലല്ലോ, പങ്കെടുത്തില്ല. അപ്പോ എന്തിനാണ് ജനസംഖ്യാ പഠനം നടത്തുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. എന്തിനാണ് നോക്കാം. നമുക്ക് പഠനമൊന്നും വേണ്ട, പഠിച്ചാൽ മതി. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ദ ഗവൺമെന്റ്
ഗവൺമെന്റ് ടു ക്വാണ്ടിറ്റേറ്റീവ്ലി അസസ് ദ ഡിഫറെന്റ് നീഡ്സ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് അറിയാനായിട്ട്. യെസ്. അടുത്തത് ഇൻഫോം ദ അവൈലബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ എ കൺട്രി. രാജ്യത്തെ മാനവ വിഭവശേഷിയുടെ ലഭ്യത അറിയാനായിട്ട്. ഡെപിക്ട് ദ എക്സ്റ്റെന്റ് ഓഫ് ബേസിക് ഫെസിലിറ്റീസ് റിക്വയർഡ് ബൈ ദ പീപ്പിൾ. ജനങ്ങൾക്ക് എന്തോരം അടിസ്ഥാന സൗകര്യങ്ങൾ വേണം എന്നുള്ളതിന്റെ കൃത്യമായ ഒരു അറിവ് ലഭിക്കാൻ. നെക്സ്റ്റ് പോയിന്റ് ക്വാണ്ടിറ്റി ദ ഗുഡ്സ് ആൻഡ് സർവീസ് റിക്വയർഡ്, അഥവാ ക്വാണ്ടിഫൈസ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് റിക്വയർഡ്. ഇപ്പോൾ ജനങ്ങൾക്ക് പല സാധനങ്ങൾ ആവശ്യം ഉണ്ടാകും, അത് എന്തോരം വേണം എന്ന് നമുക്കറിയണം. ഫോർ എക്സാമ്പിൾ, സാറിന് ഒരു മാസത്തേക്ക് ഇതിനാണ് എത്ര അരി വേണം എന്ന് ചോദിച്ചാൽ കുറെ അരി വേണം എന്ന് പറഞ്ഞാൽ പോരാ, ഇത്ര കിലോ അരി എനിക്ക് ഒരു മാസത്തേക്ക് വേണം എന്ന് പറയാനായിട്ട് പറ്റണം. സോ അതാണ് ക്വാണ്ടിഫൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കടയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ എത്ര കിലോ കണക്കിനല്ലേ അരി ചോദിക്കുള്ളൂ. സോ അതാണ് ക്വാണ്ടിഫൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ഒരു മാസം എനിക്ക് തിന്നാനുള്ള അരി എടുത്തോ എന്നല്ലേ പറയുന്നത്, അങ്ങനെയല്ലല്ലോ. അതെ. ആലപ്പുഴയിലൊക്കെ എങ്ങനെ സാർ? ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ വലിയ കോട്ടയം കൊണ്ടുപോയിട്ട് ഇട്ടോ നിറച്ചു. ഓക്കെ. അടുത്തത് ഡിറ്റർമൈൻസ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് പോളിസീസ്, അതായത് സാമൂഹ്യക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനായിട്ട്. ഓക്കെ, നിയമൻ സാർ ശ്രദ്ധിക്കുന്നില്ലേ? അടുത്തത് അപ്പോൾ ജനങ്ങളുടെ ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവറിയാൻ, രാജ്യത്തെ മാനവ വിഭവശേഷിയുടെ ലഭ്യത അറിയുവാൻ, ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്ര എന്നറിയുക, ആവശ്യമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവറിയുന്നതിന് സാമൂഹിക സാമ്പത്തിക വികസന നയങ്ങൾ രൂപീകരിക്കാനായിട്ട്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. വീഡിയോ പോസ് ചെയ്യുക. എത്ര ഡിഗ്രിയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ? വേഗം പോയിട്ട് കമന്റ് ചെയ്തിട്ട് വന്നേ. എത്ര ഡിഗ്രിയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നുള്ളത് വേഗം. അപ്പോ ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ടൈം കാൽക്കുലേഷന്റെ ഒക്കെ A to Z പ്രോബ്ലംസ് ഇന്നലത്തെ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈം കാൽക്കുലേഷൻ ഇനിയും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ആ ഒരു ക്ലാസ് കൃത്യമായിട്ടൊന്ന് കാണുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ടൈം കാൽക്കുലേഷൻ ഒക്കെ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യാത്തതിന്റെ കാര്യം ഒരുപാട് ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ്. പിന്നെ മാക്സിമം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ടൈം കാൽക്കുലേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. ടൈം കാൽക്കുലേഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് ഈസ് മെൻ ബൈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം? അതായത് എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പറഞ്ഞാണ്. അതേപോലെ എന്താണ് സ്റ്റാൻഡേർഡ് ടൈം എന്നൊരു ചോദ്യം വരും. അതിന്റെ ഒപ്പം ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് വാസ് ദ ടൈം ഇൻ ഇന്ത്യ ഓർ ഗ്രീനിച്ച്? നേരെ തിരിച്ചും മറിച്ചും ചോദിക്കാം. ഇവിടുത്തെ സമയം എത്രയാണ്? വെൻ ഇറ്റ് ഈസ് ഒരു 12 PM ഇൻ ഇന്ത്യ, അതല്ലെങ്കിൽ ഗ്രീനിച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ത്യയിലത്തെയും ഗ്രീനിച്ചിലത്തെയും സമയമാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന 30 ഡിഗ്രി 60 ഡിഗ്രി ഒക്കെയാണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ 4 മാർക്കിന്റെ സെക്ഷനിൽ ചിലപ്പോൾ നമുക്കത് കാണാം, അല്ലെങ്കിൽ 3 മാർക്കിന്റെ സെക്ഷനിൽ കേട്ടോ. അപ്പൊ ഒന്ന് കൃത്യമായിട്ട് അത് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ക്ലാസ്സിലുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം എന്തോ ഞാനത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അന്ന് ഈ ടൈം കാൽക്കുലേഷൻ ചെയ്യാനുണ്ടായിരുന്നു, സ്റ്റാൻഡേർഡ് ടൈം, ലോക്കൽ ടൈം എന്നിവ എഴുതാനുണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങൾ എഴുതുന്നതിനാണ് അന്ന് 6 മാർക്കിന്റെ ചോദ്യമായിട്ട് അവിടെ ചോദിച്ചിരുന്നത്. അപ്പൊ ഇന്റർനാഷണൽ ലൈറ്റ് ലൈൻ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ് സാറേ ഇന്റർനാഷണൽ ലൈറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രേഖയുടെ അപ്പുറവും ഇപ്പുറവും ഇതുണ്ടല്ലോ, ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ ആയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? പസഫിക് സമുദ്രത്തിലെ ബെറിൻ സ്ട്രീറ്റിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇതിന്റെ അപ്പുറവും ഇപ്പുറവും എന്തുണ്ട്? ഒരു 24 മണിക്കൂർ അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ രേഖ മുറിച്ച് അപ്പുറത്തോട്ട് പോകുന്നവർ ഒരു ദിവസം കൂട്ടിയും ഇപ്പുറത്തോട്ട് വരുന്നവർ ഒരു ദിവസം എന്ത് ചെയ്യേണ്ടതും വരും, അവിടെ കുറച്ച് വെക്കേണ്ടതായിട്ടും വരും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ദ്രജിത് സാറും ഞാനും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നിന്ന് ബർത്ത്ഡേ ആഘോഷിച്ച് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഒരു ദിവസം കൂടെ എന്ത് ചെയ്യാം? ആഘോഷിക്കാം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഡിഫറൻസ് വ്യത്യാസമുണ്ട്. അപ്പോൾ 150 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. 24 മണിക്കൂർ കിഴക്ക് പടിഞ്ഞാറും വ്യത്യാസമുണ്ട്. പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ കലണ്ടറിൽ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്നവർ എന്ത് ചെയ്യും? ഒരു ദിവസം കുറച്ചും കണക്കാക്കുന്നു. ഇത് കരഭാഗം ഒഴിവാക്കിയാണ് കടന്നു പോകുന്നത്. ഇറ്റ് കംപ്ലീറ്റ്ലി പാസസ് ത്രൂ ദ ഓഷ്യൻ. ഓക്കെ, നമുക്ക് ഏകദേശം സൈക്ലോൺസ് നമുക്ക് ഏകദേശം 27 ചോദ്യങ്ങളാണുള്ളത്. അതിലിപ്പോ 21 ചോദ്യം ഇപ്പൊ തന്നെ കേട്ടാ. സൈക്ലോൺസ് എന്താണ്, അഥവാ ചക്രവാതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നാണ് ഞാൻ സൈക്ലോണിന്റെ പിക്ചർ വരച്ചു കഴിഞ്ഞ സമയത്ത് ആദ്യ ടീച്ചർ ഒപ്പന കളിക്കുന്ന കാര്യമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവിടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സാർ കണ്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പോ എന്താണ് കളിച്ചു വന്നത്? അതെ, കളിക്കണ്ട. അതെ, സൈക്ലോൺസ് സാറേ, സൈക്ലോൺസ് ആർ caused by the formation of low atmospheric pressure at the center surrounded by high pressure regions. യെസ്, മനസ്സിലായില്ലേ? എവിടെ നിന്ന് എവിടത്തേക്കായിരിക്കും? അതായത് ഒരു ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കായിരിക്കും. അപ്പോൾ ആ ലൈൻ സാർ ഒന്നും കൂടെ ഒന്ന് വായിച്ചോളാം. ലോ പ്രഷർ ഏരിയ ഇസ് സറൗണ്ടഡ് വിത്ത് ഹൈ പ്രഷർ ഏരിയ. ഇവനാണ് ലോ പ്രഷർ ഏരിയ. ഇവന്റെ ചുറ്റും ആരുണ്ട്? ഒരു ഹൈ പ്രഷർ ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് ഉള്ളിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അങ്ങ് കാറ്റ് വീശുന്നത്. ഓക്കെ, സാറേ വായിച്ചോ. സ്ട്രോങ് whirlwinds
blow towards such low pressure centers from the surrounding high pressure areas. Yes. അപ്പോൾ ഉള്ളിലേക്കാണ് കാറ്റ് വീശുന്നത്, അവിടെ അറിഞ്ഞിരിക്കും. Due to Coriolis effect, wind flow in the anti-clockwise direction in the northern hemisphere and clockwise in the southern hemisphere. അപ്പോൾ ആ ഒരു ഡയറക്ഷൻ അറിഞ്ഞിരുന്നേക്കാം. ഓക്കെ, ക്ലോക്ക് വൈസ് എവിടെ, ആന്റി ക്ലോക്ക് വൈസ് എവിടെ, ആന്റി ക്ലോക്ക് വൈസ് ആണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ, അതേപോലെ ക്ലോക്ക് വൈസ് ആണ് അവിടെ സദേൺ ഹെമിസ്ഫിയറിലും എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ. Due to Coriolis effect, winds flow in the anti-clockwise direction in the northern hemisphere and the clockwise in the southern hemisphere. റിപ്പീറ്റേഷൻ ആണ്, സെയിം വന്നേക്കുന്ന പോയിന്റുകളാണ്, ഒന്ന് കയറി വന്നേക്കുന്നുണ്ട് ഒന്നും കൂടെ അത്. ഓക്കെ, അപ്പോൾ അതിന്റെ മലയാളമാണ് ചക്രവാതങ്ങൾ. അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിനു ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നത് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. അപ്പൊ സാർ നമുക്ക് ഈ പോയിന്റ് തന്നെ നേരെ മക്കളെ നിങ്ങൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രതിചക്രവാതം. അതായത് അതെങ്ങനെയായിരിക്കുള്ളൂ, നടുക്ക് ഒരു ഉച്ചമർദ്ദ മേഖല, പുറത്ത് ന്യൂനമർദ്ദ മേഖലയാണെങ്കിൽ ഇങ്ങനെയായിരിക്കുള്ളൂ കാറ്റ് വീശുന്നത്. അതായത് നേരത്തെ വരച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ നോക്കി, ഇവിടെ നടുക്ക് ന്യൂനമർദ്ദം, പുറത്ത് ഉച്ചമർദ്ദം. ഇവിടെ നോക്കി, നടുക്ക് ഉച്ചമർദ്ദം, പുറത്ത് ന്യൂനമർദ്ദം. അപ്പൊ അവിടുത്തെ സെന്റൻസ് എങ്ങനെ പറയും? പ്രതിചക്രവാതം ആണെങ്കിൽ ഉച്ചമർദ്ദ മേഖല ന്യൂനമർദ്ദ മേഖലയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അവിടെ പ്രത്യേകിച്ച് കാലാവസ്ഥ പ്രതിഭാസങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പൊ അടുത്തത് ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും കാറ്റ് ശക്തമായിട്ട് വീശുന്നു. എവിടെ? ചക്രവാതത്തിൽ. ഓക്കെ, ഇനി സാർ അതിന്റെ ദിശ ഒന്ന് പറഞ്ഞു കൊടുത്തു. ഉത്തരാർദ്ധ ഗോളത്തിൽ എങ്ങനെയായിരിക്കുള്ളൂ? ചക്രവാതങ്ങൾ എതിർ ഘടികാരദിശ അഥവാ ആന്റി ക്ലോക്ക് വൈസ്. അതേപോലെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ ക്ലോക്ക് വൈസ് അഥവാ ഘടികാര ദിശയിലായിരിക്കുള്ളൂ. 22ാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇമ്പോർട്ടൻസ് ഓഫ് അല്ലെങ്കിൽ ബെനഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ്. പിന്നെ അതേപോലെ ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ഇപ്പൊ കണക്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്, IAS IPS കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓൾ ഇന്ത്യ സർവീസ്, സ്റ്റേറ്റ് സർവീസ്, സെൻട്രൽ സർവീസ്, ഇതൊക്കെ ഒന്ന് നോക്കിയേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ബെനഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ് എന്തൊക്കെയാണ്? ഇ ഗവേണൻസ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണുള്ളത്? ഓക്കെ സാർ വേഗം ഒന്ന് പറഞ്ഞു. സർവീസ് വിത്ത് ദ ഹെൽപ്പ് ടു ദ ഇൻഫർമേഷൻ ടെക്നോളജി നീഡ് നോട്ട് ടു വെയിറ്റ് ഇൻ ഗവർണൻസ് ഓഫീസസ് for services. Government services offered speedily and with less expense. Efficiency of the offices and quality of the services get enhanced. അതായത് സേവനത്തിനായിട്ട് സർക്കാർ ഓഫീസുകളിൽ കാത്തു നിൽക്കേണ്ട, വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ അവിടെ സേവനം നേടാം. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും അവിടെ എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. അടുത്തത് നമ്മൾ 4ാമത്തെ ചാപ്റ്റർ നമ്മൾ അന്ന് ഓൺലൈനിൽ ക്ലാസ് എടുത്ത സമയത്ത് കറക്റ്റ് ആയിട്ട് ഈ ഒരു ടേബിൾ ഇപ്പുറം അപ്പുറം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും പഠിപ്പിച്ചിട്ടാണ് ഈ ഒരു സംഭവം എന്ത് ചെയ്തത്? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയത്. അപ്പൊ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും റൈറ്റ് വാരി അതേപോലെ മഹൽവാരി സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഗ്രാമത്തലവൻ നികുതി പിരിച്ചിരുന്നത് ഏതിലായിരുന്നു? എവിടെയായിരുന്നു? യെസ്, ചിന്തിച്ച് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആൻസർ വന്നിട്ടുണ്ടാകും. നമ്മൾ ക്ലാസ്സിൽ ഒരു കോഡൊക്കെ പറഞ്ഞിട്ട് അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോക്കാം. റൈറ്റ് വാരി വ്യവസ്ഥ. അപ്പോൾ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ. എവിടെയായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സൗത്ത് ഇന്ത്യ. അപ്പുറത്ത് അവിടെ എന്തായിരുന്നു സാർ? ഓപ്പോസിറ്റ് അല്ല, നോർത്ത് ഇന്ത്യ. അടുത്തത് ദ ലാൻഡ് റവന്യൂ വാസ് കളക്ടഡ് ഡയറക്ട്ലി കളക്ടഡ് ഫ്രം ഫാമേഴ്സ്. അതായത് റയറ്റ്, നേരിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർഷകരിൽ നിന്ന് അവിടെ നേരിട്ടാണ് എന്ത് ചെയ്തത്? ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. മഹൽവാരിയിലാണെങ്കിൽ അവിടെ ആരാ? വില്ലേജ് ഹെഡ്മാൻ, ഗ്രാമത്തലവനാണ് അവിടെ ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. അടുത്തത് ഓണർഷിപ്പ് ഓഫ് ദ ലാൻഡ് വാസ് വെസ്റ്റഡ് വിത്ത് ദ ഫാമേഴ്സ്. എക്സസീവ് ടാക്സ് വാസ് ഇംപോവേഴ്സ്ഡ് ദം. അതായത് അവരെന്ത് ചെയ്തു? അവരെ ദുരിതത്തിലാക്കി എന്ന് പറയാം. അത് രണ്ട് സ്ഥലത്ത് എന്ത് ചെയ്തിരുന്നു? ഈ ടാക്സ് എന്ന് പറയുന്നത് എക്സസീവ് ആയിരുന്നു എന്നവിടെ പറയാനായിട്ട് പറ്റും. അടുത്തത് ദ ടാക്സ് റേറ്റ് വാസ് ഫ്രീക്വന്റ്ലി ഇൻക്രീസ്ഡ്. കൂടെ എന്ത് ചെയ്തു? നികുതി അവിടെ ഉയർത്തിയിരുന്നു, നിരക്ക് അവിടെ കൂട്ടിയിരുന്നു. ലാസ്റ്റ് പോയിന്റ്, the village, the entire village, Mahal was considered as a single unit of tax collection. ഗ്രാമത്തെ ഒരു ഒറ്റ യൂണിറ്റ് ആക്കി കണ്ടിട്ടാണ് അവിടെ എന്ത് ചെയ്തത്? അവിടെ ടാക്സ് പിരിച്ചിരുന്നത് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ് സാറേ. അടുത്തത് ഇതിന്റെ മലയാളം. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. അമിതമായ നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചു. കർഷകർ ഭൂവുടമകൾ. മഹൽവാരിയിൽ എങ്ങനെ ഉണ്ടാവും? ഗ്രാമത്തലവനായിരുന്നു നികുതി പിരിച്ചിരുന്നത്. നികുതി നിരക്ക് അമിതമായിരുന്നു. ഗ്രാമത്തെ മഹൽ ഒരു യൂണിറ്റായി പിരിച്ചിരുന്നു. നികുതി കണക്കാക്കിയിരുന്നു. അവർക്ക് നികുതി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് സിസ്റ്റം ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചിരുന്നതായിരുന്നു. അതിൽ ഒന്ന് പറഞ്ഞേ, എത്ര ശതമാനം ആണ് അവർ വിളവിന്റെ എത്ര ശതമാനമാണ്, ഈൽഡിന്റെ എത്ര പെർസെന്റേജ് ആണ് അവർ ടാക്സ് ആയിട്ട് കൊടുത്തിരുന്നത്? വിളവിന്റെ എത്ര ഭാഗമാണ് അവർ ടാക്സ് ആയിട്ട് കൊടുത്തിരുന്നത്?
ഓക്കെ, അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് സിസ്റ്റം എത്ര പെർസെന്റേജ് ആണ് അവിടെ ടാക്സ് ആയിട്ട് കൊടുത്തിരുന്നത് എന്നുള്ളത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് കോറിയോലിസ് ഫോഴ്സ്? കോറിയോലിസ് പ്രഭാവം എന്നാൽ എന്ത്? നമ്മൾ കുറെ വട്ടമായിട്ട് ഇത് പറയുന്ന സാധനം എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ദ ഫ്രീലി മൂവിംഗ് ബോഡീസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് റൈറ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ, ലെഫ്റ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. ഭൂമിയിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. ഉത്തരാർദ്ധ ഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും, ദക്ഷിണാർദ്ധ ഗോളത്തിലാണെങ്കിൽ അത് ഇടത്തോട്ടുമായിരിക്കും. ഇങ്ങനെ മാറ്റം വരാൻ കാരണം ഭൂമിയുടെ ഭ്രമണമാണ് കാരണം. ദിസ് ഈസ് ഡ്യൂ ടു ദ ഫോഴ്സ് ജനറേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് എർത്ത് റൊട്ടേഷൻ. ഇനി കോറിയോലിസ് ഫോഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഭൂമിയുടെ എഡ്ജിലോട്ട് പോകുന്തോറും അഥവാ പോൾസ് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും ഇതെന്ത് ചെയ്യും? അങ്ങ് കൂടി കൂടി വരും. ഓക്കെ, ഇനി എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ, കോറിയോലിസ് ഫോഴ്സ് വേറെ ഒരു ചേട്ടന്റെ പേരിലും കൂടെ അറിയപ്പെടാറുണ്ട്. ആ ചേട്ടന്റെ പേര് ആ ഒരു ചേട്ടന്റെ പേരിലും കൂടെയാണ് ഇത് അറിയപ്പെടാറുള്ളത്. ഇത് കണ്ടുപിടിച്ച പുള്ളിക്കാരനാണ്. അപ്പോ ആ ഒരു ചേട്ടന്റെ പേരിലാണ് ഇത് അറിയപ്പെടാറുള്ളത്. അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക. അപ്പോ ഇതിനെ എന്തോ ഒരു ലോ എന്ന് കൂടെ അറിയപ്പെടാറുണ്ട്. അപ്പോ അത് എന്ത് ലോ ആണെന്നുള്ളത് എല്ലാവരും എന്ത് ചെയ്യാം? പേര് കണ്ടുപിടിച്ച ചേട്ടന്റെ പേരിലാണ് ലോ എന്നത് അറിയപ്പെടാറുള്ളത്. ഓക്കെ, ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണ നിമിത്തം ഉത്തരാർദ്ധ ഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇടത്തോട്ടും സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. അപ്പോ ഈ ഒരു കാരണമാകുന്ന ബലത്തെയാണ് നമ്മൾ കോറിയോലിസ് പ്രഭാവം എന്ന് വിളിക്കുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വലത്തോട്ട് പോകും, സദേൺ ഹെമിസ്ഫിയറിൽ ഇടത്തോട്ട് പോകും. പോയിട്ട് പിന്നെ വരണ്ട, പോയിട്ട് പിന്നെ തിരിച്ചു വരും. അപ്പൊ അതിനാണ് എന്ത് പറയുന്നത്, നോർത്തില് വലത്തോട്ടും സൗത്തില് ഇടത്തോട്ടും. ഇത് നമ്മുടെ എന്ത് നോർത്ത്. മതി 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 മതി. അപ്പൊ ഓക്കെ, ഞാൻ അടുത്തതിലേക്ക് പോകും. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അടുത്ത് സാറ് രാവിലെ ഗുളി കഴിക്കാൻ മറന്നു. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. ഉത്തരായനം ദക്ഷിണായനം എന്നിവ എന്താണ് എന്നെഴുതുക. ഓക്കെ, ഉത്തരായനം ദക്ഷിണായനം. അപ്പോ എന്താണ് ഉത്തരായനം എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ സാർ ഇത് വായിച്ചു, അപ്പോഴത്തേക്ക് ഞാൻ ഒരു പടം വരച്ചോട്ടെ. ഓക്കെ, സെറ്റ്. Northward apparent movement of the sun from tropic of Capricorn to tropic termed as Uttarayanam. The period is December 22 to June 21. Yes. എന്ത് സംഭവിക്കും അപ്പോൾ? The duration of the day in the northern hemisphere gradually increases during the period. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് എവിടെ നിന്ന് എങ്ങോട്ടാണ് അതിൻ്റെ മൂവ്മെന്റ് എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് അവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയും മലയാളത്തിൽ ഉത്തരായന രേഖ എന്ന് പറയും. ഇതിനെ നമ്മൾ പറയും ദക്ഷിണായന രേഖ എന്ന് പറയും. ഓക്കെ, സാറേ കുറച്ച് ഇങ്ങോട്ട് നീങ്ങുന്നു. ദക്ഷിണായന രേഖ എന്ന് അവിടെ പറയും. ഓക്കെ, അപ്പോൾ ഉത്തരായനം ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് ആണ് എന്ത് പറയുന്നത്, അവിടെ ഉത്തരായനം എന്ന് പറയുന്നത്. ഓക്കെ, ഉത്തരായനം എന്ന് പറയുന്നത്. അപ്പൊ ഉത്തരായനം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഫ്രം എവിടെ നിന്ന് എങ്ങോട്ട്? ഈ ക്യാപ്രിക്കോണിൽ നിന്ന് ക്യാൻസറിലേക്ക്, ഈ ടോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിൽ നിന്ന് ക്യാൻസറിലോട്ടുള്ള മൂവ്മെന്റ് ആണ് ഏത്? ഉത്തരായനം എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ദക്ഷിണായനം? ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും, അത് തന്നെയാണ് ദക്ഷിണായനം. ദക്ഷിണായന രേഖയിലോട്ട് വരുന്നതാണ്, ഉത്തരത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഉത്തരായനം. ഉത്തരത്തിൽ നിന്ന് ദക്ഷിണത്തിലേക്ക് വരുന്നതാണ് അത് ദക്ഷിണായനം എന്ന് പറയും. അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ക്യാപ്രിക്കോണിലേക്ക് വരുന്നതാണ് എന്ന് പറയുന്നത് അവിടെ ദക്ഷിണായനം എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, ഏത് ഹെമിസ്ഫിയറിലേക്കാണോ സൂര്യൻ പോകുന്നത് ആ സ്ഥലത്ത്, ഇപ്പൊ ട്രോപ്പിക്കോ ഉത്തരായന സമയത്ത് സണ്ണ് പോകുന്നത് ഉത്തരാർദ്ധ ഗോളത്തിലേക്കല്ലേ, അഥവാ നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ടല്ലേ? ആ ഒരു സമയത്ത് ദ ലെങ്ത് ഓഫ് ദ ഡേ ഇൻക്രീസ്ഡ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ, ഗ്രാജുവലി ഇൻക്രീസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്രമേണ എന്ത് ചെയ്യുന്നു, പകലിന്റെ ദൈർഘ്യം അവിടെ കൂടി വരുന്നു. ഇനി ദക്ഷിണാർദ്ധ ഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം കൂടുന്ന എപ്പോഴായിരിക്കുള്ളൂ? നമ്മുടെ ദക്ഷിണായന സമയത്തായിരിക്കുള്ളൂ, അല്ലെ സാറേ? ഓക്കെ, അപ്പൊ ഉത്തരായനം എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവും, മറക്കരുത് കേട്ടോ. അപ്പൊ സിമ്പിൾ ആണ്. ഒരു പ്രാവശ്യം കൂടെ എന്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിയാൽ, ഉത്തരായനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഫ്രം എവിടെ നിന്ന്? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതാണ് ഉത്തരായനം. ദക്ഷിണായനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കുള്ളൂ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ ദക്ഷിണായനത്തിലും. ഫുള്ളായിട്ട് പിന്നെയും വായിക്കുന്നില്ല, അറിഞ്ഞിരിക്കുക. ഒന്ന് നോക്കിയേക്കാട്ടെ എല്ലാവരും. ഉത്തരായനം, അതേപോലെ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കിയാലും മതി. ഇവിടെ ദക്ഷിണായനം. ഓക്കെ സാർ, അതെങ്ങനെയുണ്ട്? അതാ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഗുളി കഴിച്ചില്ല. 26 അതിപ്പോ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. നേരത്തെ മഞ്ഞ് പെയ്തപ്പോഴാണ് എന്നെ ഓർമ്മിപ്പിക്കല മുന്നേ. അടുത്തത് 26 and 27.
ഈ രണ്ട് ക്വസ്റ്റ്യനോട് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് അവിടെ കഴിയുന്നു. ക്യാരീസ് 6 scores ഈച്ച്, അതായത് 6 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ 26ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. ചിലപ്പോൾ ഇത്തവണ അമേരിക്ക ചോദിക്കാം, അതല്ലെങ്കിൽ ചൈന ചോദിക്കാം. ഓക്കെ, റഷ്യ. മോഡൽ ക്വസ്റ്റ്യൻസ്, ഇതിന്റെ മോഡലിൽ വരുന്ന മറ്റുള്ള ചോദ്യങ്ങൾ അവിടെ നോക്കിയേക്കാം എന്തായാലും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു റവല്യൂഷനോളം പഠിക്കാനുണ്ട്. അതിൽ 4 ഈ ലാറ്റിൻ അമേരിക്ക ചോദിക്കാനായിട്ട് സാധ്യത കുറവാണ്. ഓക്കെ, ചെറുതാണ്. അപ്പൊ നമുക്ക് നോക്കാം കോസസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പോൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഫ്രഞ്ച് സൊസൈറ്റിയെ പറ്റിയിട്ടും അതേപോലെ വളരെ വളരെ ഇമ്പോർട്ടന്റ് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ഞാൻ പറഞ്ഞു സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കോസസ് ആൻഡ് റിസൾട്ട് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. ഓക്കെ, അത്രയും നോക്കിയാൽ മതി. ഇപ്പോൾ ഒന്നാമത്തെ പോയിന്റ്. ഇത് അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പുറത്തോട്ട് വന്നേക്കുന്നതാണ് കേട്ടോ, ഇതിപ്പോ നോക്കണ്ട. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാം, ഫ്രഞ്ച് സമൂഹത്തെ കുറിച്ച് എഴുതണം, ചിന്തകരും ആശയങ്ങളും എഴുതണം. 2ാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളും ഫലങ്ങളും അവിടെ വ്യക്തമാക്കുക. അപ്പൊ നമുക്ക് ആൻസറിലോട്ട് പോകാം സാറേ. ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പോൾ അതിൽ ഫ്രഞ്ച് സമൂഹത്തെ കുറിച്ചാണ് ചോദിച്ചിരുന്നത്. അതിൽ 3 എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഫസ്റ്റ് എസ്റ്റേറ്റിൽ ക്ലർജീസ് അഥവാ പുരോഹിതന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് ഭൂമി കൈവശം വെച്ചിരുന്നു. കളക്ടഡ് ദ ടാക്സ് കോൾഡ് തിദേ ഫ്രം ഫാമേഴ്സ്, എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. സെക്കൻഡ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാരായിരുന്നു അഥവാ നോബിൾസ് ആയിരുന്നു. ദേ എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസ്, അതായത് സൈന്യമായിരുന്നു, ഉയർന്ന പദവിയൊക്കെ അവർ വഹിച്ചിരുന്നു. അവരെന്ത് ചെയ്തിരുന്നു? ടാക്സ് കളക്ട് ചെയ്തിരുന്നു, കർഷകരിൽ നിന്നും പിടിച്ചെടുത്തു. അടുത്തത് മെയ്ഡ് ഫാമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജ്, അതായത് കൂലി കൊടുക്കാതെ അവരെ കൊണ്ട് പണി എടുപ്പിച്ചിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും അവരെല്ലാവിധ ടാക്സുകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ടാക്സ് കൊടുക്കേണ്ട, ബാക്കിയുള്ളവരുടെ ടാക്സ് മേടിക്കുകയും ചെയ്യാം. ലക്ഷൂറിയസ് ലൈഫായിരുന്നു. ഒരുപാട് ഭൂമിയും മറ്റു കാര്യങ്ങളൊക്കെ അവർ കൈവശം വെച്ചിരുന്നു. തേർഡ് എസ്റ്റേറ്റ് എല്ലാവിധ ടാക്സും കൊടുക്കാനായിട്ട് വിധിക്കപ്പെട്ടിരുന്ന പാവപ്പെട്ട ആൾക്കാരാണ് തേർഡ് എസ്റ്റേറ്റിൽ വരുന്നത്. നിയമസാർ തേർഡ് എസ്റ്റേറ്റിലാ? നിയമസാർക്ക് തേർഡ് എസ്റ്റേറ്റിലാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് എസ്റ്റേറ്റ്. അതെ, ഞാൻ ഇതിലൊന്നും പെടുന്നില്ല, അപ്പുറത്തുനിന്ന് വന്ന. അതെ, തേർഡ് എസ്റ്റേറ്റ്. ഈ തേർഡ് എസ്റ്റേറ്റിൽ വരുന്ന ആൾക്കാരാണ് ആരൊക്കെ? ഞാൻ ഈ തേർഡ് എസ്റ്റേറ്റ് ആണ് സാർ, ഞാൻ ടീച്ചർ കണ്ടല്ലോ. മിഡിൽ ക്ലാസ്, അതേപോലെ ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, അതേപോലെ വരുന്നില്ല, ബാങ്കേഴ്സ്. സാറ് ക്ലർജീസിൽ പെടുന്ന. ഓക്കെ, അടുത്തത് ഇതിൽ വരുന്ന ഇവരുടെ പ്രത്യേകതയാണ് ഫാമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്മെൻ. ഇവരൊക്കെ ഈ വിഭാഗത്തിൽ പെടുന്ന. ദേ ഹാവ് നോ റോൾ ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഭരണത്തിൽ യാതൊരുവിധ പങ്കും ആർക്കുണ്ടായിരുന്നില്ല, ഈ ഒരു വിഭാഗം. പെയ്ഡ് ലാൻഡ് ടാക്സ് നെയിംലി തൈലേ ടു ഗവൺമെന്റ്, അതായത് ഗവൺമെന്റിന് അവർ തൈലേ എന്ന് പറയുന്ന ഒരു ടാക്സ് കൊടുക്കണമായിരുന്നു. പിന്നെ അതേപോലെ ഫസ്റ്റ് എസ്റ്റേറ്റിന് അവര് തിഥേ എന്ന് പറയുന്ന ഒരു ടാക്സ് കൂടെ അവിടെ കൊടുക്കണമായിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റിന് ഇവരെന്ത് ചെയ്യണമായിരുന്നു? ഈ തിഥേ എന്ന് പറയുന്ന ഒരു ടാക്സ് അവിടെ കൊടുക്കണമായിരുന്നു. അറിഞ്ഞിരിക്കുക. ഇവർക്ക് ലോ സോഷ്യൽ സ്റ്റാറ്റസ് ആയിരുന്നു. പേ ടാക്സ് ടു ക്ലർജീസ് ആൻഡ് നോബിൾസ്. ഈ ക്ലർജീസ് കൊടുക്കുന്ന കാര്യമാണ് ഇവിടെ മുകളിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ഐഡിയോളജീസ് ആൻഡ് തിങ്കേഴ്സ്. അപ്പോൾ ഇതില് 3 തിങ്കേഴ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ. അപ്പോൾ ഈ വോൾട്ടയറിന്റെ കേസിൽ റിഡിക്കൽഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി, പുരോഹിതന്മാരുടെ ചൂഷണത്തെ കളിയാക്കുകയാണ് ആര് ചെയ്തത്? നമ്മുടെ വോൾട്ടയർ ചെയ്തത്. വോൾട്ടയർ കൂടുതലായിരുന്നു വോൾട്ടേജ്. അതെ, അടുത്തത് അതെ എനിക്ക് കുറച്ചേരൊക്കെ സംശയമുണ്ട്. അടുത്തത് പ്രൊമോട്ടഡ് ദ റേഷണൽ തിങ്കിങ്, അതായത് യുക്തി ചിന്ത എന്ത് ചെയ്തു? അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമാനിസം. യെസ്, അതായത് മനുഷ്യത്വവും അതേപോലെ സമത്വം എന്ത് ചെയ്തു? അദ്ദേഹം ഉയർത്തി കാണിച്ചു. റൂസോ പറഞ്ഞ മെയിൻ ആയിട്ട് ഒറ്റ കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഫ്രീഡം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനാണ് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ്. ഈ വാക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് ചിലപ്പോൾ ആരോ പറഞ്ഞെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് മെയിൻ എക്സാമിനൊക്കെ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന സെക്ഷനിൽ അവിടെ ചോദിക്കാം. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് റൂസോ ആണ് കേട്ടോ. ഡിക്ലെയർ ദാറ്റ് പീപ്പിൾസ് ആർ സോവറിൻ, അതായത് ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് പറഞ്ഞു. ലാസ്റ്റത്തെ ചേട്ടനായിരുന്നു മൊണ്ടെസ്ക്യൂ. അദ്ദേഹം ഡെമോക്രസി, റിപ്പബ്ലിക്, ഈ 2 കാര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തതും പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചതും. സജസ്റ്റഡ് ദ ഡിവിഷൻ ഓഫ് പവർ ഓഫ് ദ ഗവൺമെന്റ് ഇൻ ടു ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് എന്നിങ്ങനെ ഗവൺമെന്റിന്റെ വിഭാഗത്തെ ഡിവൈഡ് ചെയ്തു. അടുത്ത ചോദ്യം അതിന്റെ ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതായിരുന്നു കോസസ് ഓഫ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാരണങ്ങൾ. അപ്പോ സാർ ഞാൻ വായിച്ചോട്ടെ. പീസ് ട്രീറ്റി അറ്റ് പാരീസ് 1919.
വിക്ടോറിയസ് നേഷൻ ഷെയർഡ് ദ കോളനീസ് ഓഫ് ഡിഫീറ്റഡ് നേഷൻ. അതായത് ഡിഫീറ്റഡ് നേഷൻസ് ആയിട്ടുള്ള ജർമ്മനി, ഇറ്റലി, അതേപോലെ മെയിൻ ആയിട്ട് ജർമ്മനി തന്നെയാണ് പറയുന്നത്. ഈ പരാജയപ്പെട്ട കോളനികളുടെ എന്താ അവരുടെ കോളനികളെല്ലാം വീതിച്ചെടുത്തു. അവർ കൊടുക്കല്ല, ഒരു കാര്യം അവിടെ ആർക്ക് ലഭിച്ചില്ല, ഈ ജർമ്മനിക്കും ഇറ്റലിക്കും അവിടെ ലഭിച്ചില്ല. ഇറ്റലി ഗോട്ട് നത്തിങ്. യെസ്, ഇറ്റലി ആൻഡ് ജർമ്മനി പ്ലാൻ ടു കോൺക്വർ ദ കോളനീസ് ആൻഡ് അറ്റാക്ക് ദ വീക്ക് നേഷൻസ്. അങ്ങനെ ഇറ്റലിയും ജർമ്മനിയും മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്നവിടെ തീരുമാനിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സാണ് ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസ്. അതിൽ വരുന്നതാണ് ആക്സിസ് പവേഴ്സും അലീഡ് പവേഴ്സും. ആക്സിസ് പവേഴ്സിൽ വരുന്ന രാജ്യങ്ങളാണ് ജർമ്മനി, ഇറ്റലി, ഓക്കെ. ജർമ്മനി, ഇറ്റലി. ആക്സിസ് എന്ന് പറഞ്ഞാൽ കോടാലിയല്ലേ? അതെ, കോടാലി സീനാണ് ഇവര്. അതെ. അടുത്തത് അലീഡ് പവേഴ്സ് അഥവാ സഖ്യശക്തികൾ. അച്ചുതണ്ട് ശക്തികളും അതേപോലെ സഖ്യശക്തികളും. ഈ സഖ്യശക്തികളിൽ വരുന്നതാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന. ഈ ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന ഈ 3 രാജ്യങ്ങളാണ് ഇപ്പുറത്തുണ്ടായിരുന്നത്. ഇവരായിരുന്നു കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ. ഇവർ ഓൾറെഡി സ്ട്രോങ് ആണ്, ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഉള്ള കാരണം. ഇവരുടെ കൂടെ അമേരിക്ക കൂടെ വന്നാൽ എങ്ങനെ ഇരിക്കും? ഇപ്പുറത്തെ കാര്യം പിന്നെ സ്വാഹ. ഇതാണ് പിന്നീട് അവിടെ സംഭവിച്ചത്. ദ ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽ ടു സ്റ്റാർട്ട് ദ അറ്റാക്ക് ദ ആക്സിസ് പവേഴ്സ്. അതായത് ആക്സിസ് പവേഴ്സ് അവരാണ് ആദ്യം തുടങ്ങി വെച്ചത് കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് തടഞ്ഞു നിർത്തുന്നതിൽ നമ്മുടെ ലീഗ് ഓഫ് നേഷൻസ് അത് വന്ന കാര്യമൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരങ്ങ് പരാജയപ്പെട്ടു. ദ പോളിസി ഓഫ് അപ്പീസ്മെന്റ്, അതായത് പ്രീണന നയം. ഓക്കെ, അത് 1 സെപ്റ്റംബർ 1939 അത് എന്ത് ചെയ്തു? പോളിസി ഓഫ് അപ്പീസ്മെന്റ് ഒരു കാരണമായിരുന്നു. പിന്നെ 1 സെപ്റ്റംബർ 1939 ജർമ്മനിയുടെ പോളണ്ട് ആക്രമണത്തോടെയാണ് എന്ത് ചെയ്തത്? ഈ സെക്കൻഡ് വേൾഡ് വാർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് മാരക യുദ്ധമായിരുന്നു. ഒരുപാട് പേര് മരിച്ച, ലോകം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വെപ്പൺസ് ഒക്കെ ഉപയോഗിച്ച് ആളുകളെ ഒന്നൊടുക്കിയ പൊടി ആയിരുന്നു പിന്നീട് നടന്നത്. എന്താ ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് ലെങ്ത് കൂട്ടുന്നില്ല പറഞ്ഞ് കോൺസിക്വൻസസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. Over 10 million people died. Economic system of European countries was destroyed. European dominance in the world diminished. Freedom movements in Asia and Africa intensified. America and Soviet Union emerged as global powers. The Union Nation Organization UNO was formed. Okay, 1945 UNO അവിടെ ഫോം ചെയ്തത് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ പറഞ്ഞതിന്റെ തന്നെ മലയാളം ആണ്, ഫുൾ ആയിട്ട് വായിച്ചു പോകുന്നില്ല, ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഒന്നാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് പുരോഹിതന്മാരായിരുന്നു. കർഷകരിൽ നിന്ന് തിതേ എന്ന് പറയുന്ന നികുതി പിരിച്ചിരുന്നു. എല്ലാത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു ഈ പറയുന്ന ഒന്നാം എസ്റ്റേറ്റ്. രണ്ടാം എസ്റ്റേറ്റും സൈനിക സേവനം നടത്തി കർഷകരെ നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നു. വേതനമില്ലാതെ പണിയെടുപ്പിച്ചു. ആഡംബര ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. മൂന്നാം എസ്റ്റേറ്റിൽ താഴ്ന്ന ആളുകളാണ് ഉണ്ടായിരുന്നത്. തൈല എന്ന് പറയുന്ന നികുതി സർക്കാരിന് കൊടുത്തിരുന്നു. ഒന്നാം എസ്റ്റേറ്റുകാർക്ക് തിത എന്ന് പറയുന്ന ഒരു നികുതി അവിടെ കൊടുത്തിരുന്നു. ഭരണത്തിൽ ഒരവകാശവും ആർക്കുണ്ടായിരുന്നില്ല, മൂന്നാം എസ്റ്റേറ്റുകാർക്ക് ഉണ്ടായിരുന്നില്ല. താഴ്ന്ന പദവിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും എന്ത് ചെയ്യണമായിരുന്നു? ഒരു നികുതി കൊടുക്കേണ്ട ഒരവസ്ഥ വന്നിരുന്നു. ചിന്തകന്മാർ വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ ഈ 3 ചിന്തകർ. പറഞ്ഞതാണ് പുരോഹിതന്മാരുടെ ചൂഷണത്തെ കളിയാക്കി യുക്തിചിന്ത, സമത്വം ഇതിനെ പ്രോത്സാഹിപ്പിച്ചു. റൂസോ മനുഷ്യൻ എല്ലായിടത്തും സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞു. ഇനി ജനങ്ങളാണ് പരമാധികാരി എന്നൊക്കെ എന്ത് ചെയ്തു? അവിടെ പറഞ്ഞു. മൊണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും ആണ് അവിടെ പ്രോത്സാഹിപ്പിച്ചത്. ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് തിരിക്കണം എന്ന് അദ്ദേഹം വാദിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇത് ബി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങൾ: സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം, അതേപോലെ പ്രീണന നയം. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഈ ആക്രമണത്തെ ചെറുത്തില്ല. ഓക്കെ, അവിടെ നമ്മൾ പ്രീണന നയം, പോളിസി ഓഫ് അപ്പീസ്മെന്റിന്റെ കാര്യമൊക്കെ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. സോഷ്യലിസ്റ്റ് രാജ്യമായിട്ടുള്ള സോവിയറ്റ് യൂണിയനെയാണ് മുഖ്യ ശത്രുവായിട്ട് അവർ കണ്ടത്. ഇനി ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയമാണ് എന്തെന്നറിയപ്പെടുന്നത്? അവിടെ പ്രീണന നയം എന്നറിയപ്പെടുന്നത്. ഇത് യുദ്ധം തുടങ്ങിയത് എപ്പോഴാണ്? 1939 സെപ്റ്റംബർ 1 ജർമ്മനിയുടെ പോളണ്ട് ആക്രമണത്തോടെയാണ് യുദ്ധം അവിടെ തുടങ്ങി വെച്ചത്. അടുത്തത് ഇതേ തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യശക്തികൾ ജർമ്മനിക്കെതിരെ എന്ത് ചെയ്തു? അവിടെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇനിയാണ് യുദ്ധത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ദശലക്ഷക്കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില തകർന്നു. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വതന്ത്ര സമരം ശക്തിപ്പെട്ടു. അമേരിക്കൻ സോവിയറ്റ് യൂണിയനും വൻശക്തികളായി മാറി. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. ഓക്കെ, അപ്പൊ ലാസ്റ്റ് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഓരോ ചോദ്യങ്ങൾക്കും എക്സ്പ്ലനേഷൻ ഒന്നും പറഞ്ഞു പോകുന്നില്ല. ഒരു മോഡൽ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൽ. ഇതേ മോഡലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെച്ചേക്കണം. ഇതേ രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക.
A question, explain the global pressure belt with the help of a suitable diagram. B question, ഇത് ആണ് ഇന്നലത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞ സമ്മർ സോൾസ്റ്റൈസ്, വിന്റർ സോൾസ്റ്റൈസ്, ഇക്വിനോക്സസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, കാരണം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും. ഓക്കെ, അപ്പോൾ 27ാമത്തെ എന്തെങ്കിലും സംഭവിക്കും? ബെറ്റ് വെക്കുന്നില്ല സാർ. ബെറ്റ് വെക്കണോ? നമുക്കിത് കഴിഞ്ഞിട്ട് വെക്കാം. ഓക്കെ, ആഗോള മർദ്ദ മേഖലകൾ. ആഗോള മർദ്ദ മേഖലകൾ ഏതെല്ലാം? അതൊരു ചിത്രത്തിന്റെ സഹായത്തോടെ വിവരിക്കുക. ഏതെല്ലാം? ഓക്കെ, അടുത്തത് രണ്ടാമത്തത്, സൂര്യൻ ഈ അക്ഷാംശങ്ങളിൽ ലംബമായിട്ട് പതിക്കുന്ന ദിവസങ്ങൾ ഏതെല്ലാം? അതായത് ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കാണ്. നമ്മുടെ സമ്മർ സോൾസ്റ്റൈസ്, വിന്റർ സോൾസ്റ്റൈസ്, ഇക്വിനോക്സസ് എഴുതാൻ പറഞ്ഞിട്ട്, അതായത് ഗ്രീഷ്മായനാന്ത ദിനം, ചൈത്യാനാന്ത ദിനം, വിഷുവങ്ങൾ ഇത് എഴുതാൻ പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കാര്യം. ഇതാണ് ആ ഒരു പിക്ചർ. ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ആഗോള മർദ്ദ മേഖലകൾ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, ഈ ഒരു പിക്ചർ ആദ്യം വരയ്ക്കണം. പിക്ചർ വരയ്ക്കുമ്പോൾ ഇതിനകത്ത് സിമ്പിൾ ആണ് ശരിക്കും. ആദ്യത്തെ നാലെണ്ണം അടിയിലോട്ട് വരച്ചാൽ മതി. ഇതിന്റെ ഡിഗ്രി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 0, 30, 60, 90 സിമ്പിൾ ആണ്. ഓക്കെ, അറിഞ്ഞിരിക്കുക. ഇതിന്റെ മലയാളം പിക്ചറും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാതെ. 0, 30, 60, 90 ഡിഗ്രി. ഓക്കെ, അപ്പോ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഓക്കെ, സാറെ വായിച്ചു കൊടുക്കാലോ. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ഡോൾഡ്രം. ഇതിന്റെ മറ്റൊരു പേരാണ്, ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഡോൾഡ്രം എന്താണ് എന്ന് ചോദിക്കും. അപ്പൊ എഴുതണം ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇവിടെ ഉണ്ടല്ലോ, കാറ്റുകൾ വളരെ ദുർബലമാണ്, ഫീബിൾ വിൻഡ് ആണ്. അപ്പോ ഈ കാറ്റുകൾ ദുർബലമായതുകൊണ്ട് ഈ ഒരു സ്ഥലത്തെ നമ്മൾ വിളിക്കുന്നതാണെന്ത്? നിർവാത മേഖല അഥവാ ഡോൾഡ്രം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ സാറേ വായിച്ചു. സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ 5 degree north and 5 degree south latitudes, as the sun rays fall vertically here and temperature will be high, the heated air expanded and rise up, wind as very feeble here. അതായത് കാറ്റ് തീരെ ദുർബലമാണ് ഈ ഒരു പ്രദേശത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് എന്താ, ഇതിനെ ഫീബിൾ വിൻഡ് അഥവാ ഡോൾഡ്രം എന്ത് ചെയ്യാറുണ്ട്? ഇതിനറിയപ്പെടാറുണ്ട് ന്യൂനമർദ്ദ മേഖലയാണ്. യെസ്, അതെ. അപ്പൊ അതുകൂടെ അറിഞ്ഞിരിക്കണം. ഓരോന്നും എന്ത് മർദ്ദ മേഖലയാണെന്ന് ഇതേപോലെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല സാറ് പറഞ്ഞ പോലെ 5 ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നെ ഇവിടെ ചൂട് കൂടുതലായിരിക്കും, അപ്പൊ അതുകൊണ്ട് തന്നെ മർദ്ദം കുറവായിരിക്കും. അതാണ് ചൂട് കൂടുതലാകുമ്പോൾ മർദ്ദം അവിടെ മുകളിലേക്ക് പോകും, അവിടെ ഒന്നും ഉണ്ടാവില്ല, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ കുറവായിരിക്കുള്ളൂ. കാറ്റുകൾ തീരെ ദുർബലമാണ് ഈ ഒരു പ്രദേശത്ത്. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത് സാറേ വായിച്ചു. സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് situated at both sides of 30 degree north and 30 degree south latitudes. The hot air ascending from equatorial low pressure belt cools gradually and subsides at the subtropical zone due to rotation. Okay, അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് 3 പോയിന്റുകൾ. ഒന്ന്, എത്ര ഡിഗ്രിയിൽ സിറ്റുവേറ്റ് ചെയ്യുന്നു? 30 ഡിഗ്രി നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ്, സംശയമില്ല. 2, ഇതൊരു ഹൈ പ്രഷർ ഏരിയ ആണോ ലോ പ്രഷർ ഏരിയ ആണോ? അത് ഹെഡിങ്ങിൽ കിട്ടും, ഹൈ പ്രഷർ ഏരിയ. ലാസ്റ്റ് പോയിന്റ്, ഇക്വേറ്ററിൽ നിന്നും ചൂട് പിടിച്ചുയർന്ന വായു ഇവിടെ എത്തുമ്പോഴത്തേക്കും ക്രമേണ തണുക്കും. The hot air from the equator cools here due to rotation. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവിടെ ഹൈ പ്രഷർ ആയിരിക്കും മക്കളെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. 30 ഡിഗ്രിയുടെ കാര്യം ഓർക്കുക. പിന്നെ ഉച്ചമർദ്ദ മേഖല എന്നുള്ള കാര്യം ഓർക്കുക. ഭൂമധ്യരേഖയിൽ നിന്നും ഇപ്പുറത്തോട്ട് എത്തുമ്പോൾ എന്ത് ചെയ്യും? ചൂട് പിടിച്ചുയരുന്ന വായു ഇവിടെ എത്തുമ്പോഴത്തേക്കും ക്രമേണ അത് തണുക്കുന്നു. ഓക്കെ, അടുത്തത് സപ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് സിറ്റുവേറ്റഡ് അറ്റ് ബോത്ത് സൈഡ്സ് ഓഫ് 60 degree north and 60 degree south latitudes. As this zone is close to the pole, the earth is colder here, but the air is thrown away due to the rotation. അപ്പൊ ഇതിലും നിങ്ങൾ 3 പോയിന്റ്. ഒന്ന്, എത്ര ഡിഗ്രി എന്നുള്ളത് ഒരാൾക്കും സംശയമില്ല, 60 ഡിഗ്രി നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ്. രണ്ടാമതായിട്ട് ഇത് ഹൈ പ്രഷർ ആണോ ലോ പ്രഷർ ഏരിയ ആണോ? ലോ പ്രഷർ ആയിരിക്കും, പേര് കിട്ടി, ലോ പ്രഷർ ഏരിയ. ലാസ്റ്റ് പോയിന്റ്, the air is thrown away due to earth rotation. ഭൂമിയുടെ ഭ്രമണം ചുഴറ്റി വായു ശക്തമായിട്ട് ചുഴറ്റി മുകളിലേക്ക് എറിയപ്പെടുന്നു. മലയാളം 60 ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ഇതൊരു ന്യൂനമർദ്ദ മേഖലയാണ്. ലാസ്റ്റ് പോയിന്റ്, ഭൂമിയുടെ ഭ്രമണം മൂലം എന്ത് ചെയ്യുന്നു? വായുവിനെ ശക്തമായിട്ട് ഇത് ചുഴറ്റി എറിയപ്പെടുന്നു. അടുത്തത് ലാസ്റ്റ് പ്രഷർ ബെൽറ്റ് ആണ്. സാർ ഞാൻ വായിച്ചോട്ടെ. 90 ഡിഗ്രി നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്നു. ഒന്നാമത്തെ പോയിന്റ് കിട്ടി. 2, 0, 30, 60, 90. ലാസ്റ്റ് പോയിന്റ്, ഇതൊരു ഹൈ പ്രഷർ ഏരിയ ആണ്. ഇനി ലാസ്റ്റ് പോയിന്റ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. സിവിയർ കോൾഡ് ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖല. ഒന്നുകൂടെ, വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖല. പോളാർ ഒന്നുമില്ല മക്കളെ, പോളാർ അവിടെ തന്നെ കിടപ്പുണ്ട്. പോളാർ റീജിയൻ എന്തായിരിക്കും? ഭയങ്കര തണവായിരിക്കുമല്ലോ എപ്പോഴും. ഓക്കെ, അപ്പൊ 90 ഡിഗ്രി തെക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ധ്രുവങ്ങളിൽ തണുപ്പായതുകൊണ്ട് അവിടെ ഉച്ചമർദ്ദമായിരിക്കും. കൂടാതെ വർഷം മുഴുവൻ കൊടും തണുപ്പായിരിക്കും ഇവിടെ. പിന്നീട് ഇതൊരു ഉച്ചമർദ്ദ മേഖലയാണ് എന്ന് കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓർ ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
എ ക്വസ്റ്റ്യൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേരെ വരുന്നത് എന്നാണ് എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു അവിടെ ചോദിച്ചിരുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേരെ വരുന്നത് എല്ലാവർക്കും അറിയാം. നമ്മൾ സമ്മർ സോൾസ്റ്റൈസ് പഠിച്ചപ്പോൾ അതിന്റെ കൃത്യമായ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ജൂൺ 21 ആണ് കൃത്യമായിട്ടുള്ള ദിവസം. ജൂൺ 21 നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേരെ മുകളിലായിരിക്കും ആര് വരുന്നത്? സണ്ണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ലോങ്ങസ്റ്റ് ഡേ നോർത്തേൺ ഹെമിസ്ഫിയറിലും ലോങ്ങസ്റ്റ് നൈറ്റ് സദേൺ ഹെമിസ്ഫിയറിലും ആയിരിക്കും. ഓക്കെ, ലോങ്ങസ്റ്റ് നൈറ്റ് സദേൺ ഹെമിസ്ഫിയറിലും ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ അവിടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേരെ വരുമ്പോൾ പഠിക്കാനായിട്ട്. നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ ഈ സമ്മർ സോൾസ്റ്റൈസ് അവിടെ ഫുള്ളായിട്ട് എഴുതണമെന്നില്ല. ഇത്രയും കണ്ടന്റുകൾ അവിടെ എഴുതിയിരുന്നാൽ മതി. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്ന ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാനൊരു ഡേറ്റുകൾ മാത്രം ഒന്ന് എഴുതി വെക്കാം. ഇക്വേറ്ററിന്റെ നേരെ വരുന്ന 2 ദിവസങ്ങളാണ് ഏതൊക്കെ? മാർച്ച് 21 അതേപോലെ സെപ്റ്റംബർ 23. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഇക്വിനോക്സസ് അഥവാ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് സാർ, വിഷുവങ്ങൾ എന്ന് പറയുന്നത്. ഇനി ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ ഇതിന്റെ നേരെ വരുന്ന ദിവസമാണ് ഏത്? ജൂൺ 21. അപ്പൊ ഇതിന്റെ നേരെ വരുന്ന ദിവസത്തെ നമ്മൾ പറയുന്നതാണ് ഏത്? സമ്മർ സോൾസ്റ്റൈസ് അഥവാ മലയാളത്തിൽ എന്ത് പറയും? മലയാളത്തിൽ എന്ത് പറയും? ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയും. ഗ്രീഷ്മ അയനാന്ത ദിനം. അതേപോലെ ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേരെ വരുന്ന ദിവസം അത് ഡിസംബർ 22 ആയിരിക്കും. ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഡിസംബർ 22. സോ ഈ ഡേറ്റിൽ നമ്മൾ പറയുന്നതാണ് എന്ത്? വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിനെ ശൈത്യ അയനാന്ത ദിനം എന്ന് പറയും. ശൈത്യ അയനാന്ത ദിനം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരുന്നേക്കാട്ടോ. ഈ ഡേറ്റ് വെച്ചിട്ടാണ് ഇനി പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം ഇക്വേറ്ററിന് നേരെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നതായിരിക്കുള്ളൂ? ഇക്വേറ്ററിന് നേരെ വരുമ്പോൾ മാർച്ച് 21 സെപ്റ്റംബർ 23. ഈ കറക്റ്റ് ഈ ഒരു സെന്റർ പോർഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇക്വേറ്ററിന്റെ നേരെ വരുമ്പോൾ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 സ്ഥലത്തും ഈക്വൽ ആയിട്ടല്ലേ സൺലൈറ്റ് കിട്ടുന്നത്. മാർച്ച് 21 സെപ്റ്റംബർ 23 ഡേയും നൈറ്റും 2 ഹെമിസ്ഫിയറിലും ഈക്വൽ ആയിരിക്കുള്ളൂ എന്ന് അവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേരെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതായിരുന്നു. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേരെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കുള്ളൂ വരുന്നത്, ദക്ഷിണായന രേഖ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കുള്ളൂ എന്ത് ചെയ്യുന്നത്? സൺലൈറ്റ് പോകുന്നത്. ഏതൊക്കെ ദിവസം? ഡിസംബർ 22 കറക്റ്റ് നേരെ വരുന്നത്. അപ്പോൾ സൂര്യൻ ഇപ്പൊ ഇവിടെ അല്ലേ നിൽക്കുന്നത്? നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിലല്ലേ. അപ്പൊ അവിടെ ലോങ്ങസ്റ്റ് ഡേ നമ്മുടെ സദേൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധ ഗോളത്തിലായിരിക്കും. അതേപോലെ ലോങ്ങസ്റ്റ് നൈറ്റ് എവിടെ ആയിരിക്കുള്ളൂ? സൂര്യൻ ഇവിടെ അല്ലേ ഇല്ലാത്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും നൈറ്റ് കൂടുതലായിരിക്കുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെയുള്ളൂ ഇനിയിപ്പുറം പറയാനായിട്ട്. ബി ക്വസ്റ്റ്യൻ, ഇക്വേറ്ററിൽ എന്ത് സംഭവിക്കുന്നു? മാർച്ച് 21 സെപ്റ്റംബർ 23. ആ പിക്ചറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മാർച്ച് 21 സെപ്റ്റംബർ 23. ദ ലെങ്ത് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ ഇൻ ദീസ് ഡേയ്സ് ഓൺ ദ ബോത്ത് ഹെമിസ്ഫിയർ. സൂര്യപ്രകാശം തുല്യമായിരിക്കുള്ളൂ. ലാസ്റ്റ് പോയിന്റ് ഈ ദിവസത്തെ ഇക്വിനോക്സസ് എന്നുള്ള പേരിൽ അറിയപ്പെടും. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അവിടെ സി ക്വസ്റ്റ്യൻ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേരെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഡിസംബർ 22 എന്താണ്? വിന്റർ സോൾസ്റ്റൈസ് ആണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ആ വിന്റർ സോൾസ്റ്റൈസ് ആണ് അറിയപ്പെടുന്നത് പൊതുവെ. പിന്നെ അറിയേണ്ടത് ഈ ദിവസം ലോങ്ങസ്റ്റ് ഡേ എവിടെ, ഷോർട്ടസ്റ്റ് നൈറ്റ് എവിടെ? ലോങ്ങസ്റ്റ് ഡേ എവിടെ ആയിരിക്കുള്ളൂ? ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേരെ വരുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇതിൽ ഷോർട്ടസ്റ്റ് ഡേ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേരെയാണെങ്കിൽ ലോങ്ങസ്റ്റ് ഡേ എന്ന് പറയുന്നത് സദേൺ ഹെമിസ്ഫിയർ ആയിരിക്കുള്ളൂ. അത് തന്നെ ഒന്ന് തിരിച്ചു പറഞ്ഞേക്കുന്നതാണ്. അതേപോലെ ലോങ്ങസ്റ്റ് നൈറ്റ് എവിടെ ആയിരിക്കുള്ളൂ? നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കുള്ളൂ. ഈ ഒരു പോയിന്റ് തന്നെ ഒന്ന് തിരിച്ചു പറഞ്ഞതാ. അപ്പോൾ ദൈർഘ്യമേറിയ പകൽ ഉണ്ടാകുന്നത് ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖയുടെ സമയത്ത് താഴത്തായിരിക്കില്ല, അവിടെ ആയിരിക്കും ദൈർഘ്യമേറിയ പകൽ. ദൈർഘ്യമേറിയ അവിടെയാണ് നിൽക്കുന്നത്. പകലുണ്ടാവും. ഇനി സൂര്യൻ ഇല്ലാത്തത് ഉത്തരായന രേഖയുടെ അല്ലെങ്കിൽ ഉത്തരായന കൂടുതലായിരിക്കും. അവിടെ വെളിച്ചം കൂടുതലായി എത്തുന്നില്ല. അവിടെ രാത്രി കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ ഇപ്പൊ പറഞ്ഞതിന്റെ മലയാളമാണ്.
അപ്പൊ ഗ്രീഷ്മായനാന്ത ദിനമാണ് ജൂൺ 21 എന്ന് പറയുന്നത്. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലായിരിക്കും. അപ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം അവിടെ കൂടുന്നു. ഇനി ഭൂമധ്യ രേഖയുടെ നേരെ വരുമ്പോൾ 2 അർദ്ധഗോളങ്ങളിലും തുല്യ അളവിൽ സൂര്യപ്രകാശം കിട്ടും. ഡേറ്റുകളാണ് ഏതൊക്കെ? മാർച്ച് 21 സെപ്റ്റംബർ 23. പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം 2 സ്ഥലത്തും തുല്യമായിരിക്കും. ഇനി ദക്ഷിണായന രേഖയുടെ നേർമുകളിൽ വരുന്ന എപ്പോഴാ? ഇവിടെ പറഞ്ഞ പോലെ ഡിസംബർ 22-നായിരിക്കുള്ളൂ. അപ്പോ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണായന രേഖയ്ക്കും നേർമുകളിൽ വരുന്നത് ഡിസംബർ 22-നാണ്. ഈ ദിവസത്തിൽ ഉത്തരാർദ്ധ ഗോളത്തിലാണ് ദൈർഘ്യമേറിയ രാത്രി ഉണ്ടാകുന്നത്. അതേപോലെ ഹ്രസ്വമായ പകൽ ഉണ്ടാകുന്നത്. സാറ് വരച്ച ചിത്രം ഒന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ കിട്ടും. അപ്പൊ സൂര്യൻ ഇല്ലാത്ത സ്ഥലം എവിടെയാണോ അവിടെ ലോങ്സ്റ്റ് നൈറ്റ്, സൂര്യൻ ഉള്ള സ്ഥലം എവിടെയാണോ അവിടെ ലോങ്സ്റ്റ് ഡേ അഥവാ ദൈർഘ്യമേറിയ പകൽ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെഷന്റെ മെയിൻ ഉദ്ദേശം ചോദ്യങ്ങൾ ഇത്ര മാർക്കിന് ഇത്രയൊക്കെ എണ്ണം വരും, ഈ ഒരു ഏരിയാസ് ഒക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത്. ക്വസ്റ്റ്യൻ പാറ്റേൺ പരിചയപ്പെടുത്തുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരിക എന്നുള്ളതായിരുന്നു. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നാളെ നമ്മുടെ ഹിസ്റ്ററിയുടെ ലൈവ് ഉള്ള ദിവസമാണ്. എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ലൈവിൽ ജോയിൻ ചെയ്യണം. ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങൾ നമുക്ക് നാളെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്യും, നല്ല ഫയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. സെക്കൻഡ് ചാപ്റ്ററിൽ വരാനായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കാനായിട്ട് നാളെ തോക്കൊക്കെ അന്വേഷിക്കുന്നതാണ് നമ്മുടെ പൊതുവെ കേൾക്കുന്ന ഒരു ജനസംസാരം. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഹിറ്റ്ലറിന്റെയും ലോക മഹായുദ്ധത്തിലൊക്കെ ഗ്രനേഡ് ഒക്കെ കൊണ്ടുവരുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും നമുക്ക് ബാക്കി നാളെ ലൈവില് കാണാം. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് എക്സാമും തകർക്കണം. അതെ, അപ്പൊ എല്ലാവരും എക്സാം ഒക്കെ നന്നായിട്ട് പഠിക്കുക. അതേപോലെ ഇന്ന് ഓൾമോസ്റ്റ് ഫുള്ള് കാര്യങ്ങൾ ജിയോഗ്രഫിയുടെ എല്ലാ ഭാഗവും റിവിഷൻ ചെയ്യാം. നാളെ ഹിസ്റ്ററിയുടെ ഫുൾ ഭാഗവും നമുക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം. All the very best.